സ്നേഹനിധികളായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര ആദർശ സംഘടനാ പ്രവർത്തകരായ സുഹൃത്തുക്കൾ, വളരെ പ്രൗഢമായ ചില പ്രമേയങ്ങളിൽ നടക്കുന്ന 2 ദിവസത്തെ സമ്മേളനമാണ് ഇവിടെയുള്ളത്. ഷെയ്ഖ് ജിലാനി റളിയല്ലാഹു അൻഹുവിൻ്റെയും കണ്ണിയത്ത് ഉസ്താദിൻ്റെയും ഷംസുൽ ഉലമയുടെയും അനുസ്മരണവും സമസ്ത ആദർശ സമ്മേളനവുമാണ് നടക്കുന്നത്. ഇന്ന് ആദർശ സമ്മേളനവും നാളെ ആത്മീയം സദസ്സുമാണ്. ഞാൻ വളരെയേറെയൊന്നും സംസാരിക്കേണ്ട സാഹചര്യമോ ആവശ്യമോ സമയമോ അല്ല. കഴിഞ്ഞ മണിക്കൂറുകളിൽ നിങ്ങൾ കേട്ട വളരെ ചിന്തനീയമായ വാചകങ്ങൾ വളരെ കൃത്യമായി നമുക്ക് അവബോധം നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് സമദ് സാഹിബ് പൂക്കോട്ടൂർ മറുപക്ഷത്തായിരിക്കുമ്പോൾ പോലും വളരെ ഭവ്യതയോടെ, സ്നേഹത്തോടെ, കൃത്യതയോടെ വിഷയങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ കൗതുകത്തോടെ അത് കേട്ടു നിന്നിട്ടുണ്ട്. ഏതുപോലെയെന്ന് ചോദിച്ചാൽ, ബ്രിട്ടീഷുകാരുടെ വട്ടമേശാ സമ്മേളനത്തിന് പോയിട്ട് മൗലാന മുഹമ്മദ് അലി ജൗഹർ ബ്രിട്ടീഷുകാർക്കെതിരെ ശബ്ദിച്ചപ്പോൾ അവരുടെ ജഡ്ജടക്കം അന്ന് പറഞ്ഞിരുന്നു, മൗലാന മുഹമ്മദ് അലി, താങ്കൾ പ്രസംഗം തുടരൂ, ഞങ്ങൾക്ക് കേൾക്കണം എന്നവരാഗ്രഹിച്ചതുപോലെ മറുപക്ഷത്തിരിക്കുമ്പോൾ പോലും സമസ്തയുടെ പ്രബോധന വീതിയിലെ യുവജനപ്രസ്ഥാനത്തിന്റെ നേതാവായ സമദ് സാഹിബിന്റെ പ്രസംഗത്തെ അന്ന് തന്നെ ഞാനൊക്കെ വല്ലാതെ എതിർപക്ഷത്തായിരുന്നപ്പോഴും കേട്ടിരുന്നു. അങ്ങനെയുള്ളൊരു നല്ല അവതരണത്തിന്റെ ആ ഒരു പാശ്ചാത്തലം കഴിഞ്ഞുടനെ ഞാൻ എന്തെങ്കിലും പറയുന്നത് അത് അലോസരമാകുമെന്ന് എനിക്കറിയാം. എന്നാലും ക്ഷണിക്കപ്പെട്ട, ഏൽപ്പിക്കപ്പെട്ട ചില വിഷയങ്ങളിൽ ചെറിയ സമയം മാത്രം സംസാരിച്ച് നിങ്ങളുടെ സമയം വല്ലാതെ വൈകിയിട്ടുണ്ട് എന്നെനിക്കറിയാം. ഞാൻ ഇൻഷാ അല്ലാഹ് വിടവാങ്ങും. നാളെ എനിക്ക് കണ്ണൂർ ജില്ലയുടെ അങ്ങേയറ്റത്താണ് പരിപാടി. പകൽ രാവിലെ മുതൽ കണ്ണൂരും ചില മീറ്റിങ്ങുകളും പരിപാടികളും ഉള്ളതുകൊണ്ട് അവിടെ എന്തായാലും എനിക്ക് പോകേണ്ടതുകൊണ്ട് ഞാൻ ഇന്ന് പോയി കുറച്ചെങ്കിലും ദൂരം ഓടിയെത്താനുള്ളതുകൊണ്ട് ഞാൻ എന്തായാലും തിരിഞ്ഞിപ്പിക്കില്ല. ഏതായാലും കാലം ചലിച്ചുകൊണ്ടിരിക്കുന്നത് ചില പുതിയ ചിത്രങ്ങളെ നമുക്ക് കാണിച്ചുകൊണ്ടാണ്. മഹാനരായ ശംസുൽ ഉലമ, മഹാനരായ കണ്ണിയത്ത് ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ഖബറിടം സന്തോഷപ്രദമാക്കുമാറാവട്ടെ, അവിടുത്തെ ദർജ അല്ലാഹു ഉയർത്തുമാറാവട്ടെ. ഈ മഹാന്മാർക്കൊക്കെ ആദർശപരമായ വ്യതിചലനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിൽ ഒരു പുതിയ പ്രസ്ഥാനം, സമസ്തയിൽ നിന്ന് വിഘടിച്ചു പോയവർ, സമസ്ത പിടിച്ചു പുറത്താക്കിയവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. പക്ഷേ ആ പ്രമേയത്തിലേക്കല്ല ഞാൻ പോകുന്നത്. അന്നവർ പറഞ്ഞിരുന്നൊരു കാരണമുണ്ടായിരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ ബോർഡ് ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡായതുകൊണ്ട് മുജാഹിദുകൾക്ക് അതിലേക്ക് കടന്നു വരാൻ പറ്റും, ജമാഅത്തെ ഇസ്ലാമിക്ക് അതിലേക്ക് കടന്നു വരാൻ പറ്റും. ഞാനിപ്പോൾ പറയുന്നത് എന്റെ ഓൺലൈൻ സുഹൃത്തുക്കളോട് കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ എന്റെ മുന്നിലുള്ള സദസ്സിനോട് മാത്രമല്ല, എന്നെ കേൾക്കുന്ന ഓൺലൈൻ സുഹൃത്തുക്കൾ, അവർക്ക് ഏറ്റവും അറിയേണ്ടുന്നൊരു പുതിയ കാര്യത്തെക്കുറിച്ച് കൂടി എനിക്കിന്ന് പറയാറുണ്ട്. ഓൺലൈനിൽ സുന്നി ആശയത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിച്ചപ്പോ, നിങ്ങൾ കേട്ടപ്പോ, നിങ്ങൾ പറയുന്നത് ശ്രവിച്ചപ്പോ നിങ്ങൾക്ക് എതിർപക്ഷത്തും മറ്റും വന്നിരുന്ന ചില ശബ്ദങ്ങളുടെ ഇന്നത്തെ ബന്ധങ്ങളെയും ബന്ധനങ്ങളെയും എനിക്കിവിടെ പറയാനുണ്ട്. അങ്ങനെ സമസ്തയുടെ ഭിന്നിപ്പ്
സമസ്ത ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് ആ ശ്രമം കണ്ടറിഞ്ഞ മഹാന്മാർ ഇവരെ പിടിച്ചു പുറത്താക്കി. അഥവാ ഞങ്ങളുടെ പഴയകാല നേതാക്കളെ പിടിച്ച് പുറത്തേക്ക് തള്ളി. അവർ പറയാറുണ്ട് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നതാണ്. സമസ്ത പറയാറുള്ളത് അവരെ പുറത്താക്കിയത്. എങ്ങനെ വന്നാലും പുറത്താണെന്നുള്ളത് ഉറപ്പാണ്. അകത്തെന്തായാലും ആവുന്നില്ല. ഇങ്ങനെ പുറത്തായ ഒരു വിഭാഗം അന്ന് പറഞ്ഞിരുന്ന കാരണം ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിൽ ഇസ്ലാം മാത്രമേ ഉള്ളൂ, സുന്നി എന്ന് പറയുന്നില്ല. അതുകൊണ്ട് സുന്നി പറയാത്തത് കൊണ്ട് ഞങ്ങൾക്ക് സുന്നി പറയുന്ന വിദ്യാഭ്യാസ ബോർഡ് വേണം, സുന്നി വിദ്യാഭ്യാസ ബോർഡ് വേണം എന്ന് പറഞ്ഞവരായി. മർക്കസുണ്ടാക്കിയിട്ട് കൊല്ലങ്ങൾ കുറെ ആയെങ്കിലും അടുത്ത നിമിഷങ്ങളിൽ, സമയങ്ങളിൽ, വർഷങ്ങളിൽ വളാഞ്ചേരി മർക്കസ് ഉണ്ടാക്കി. മർക്കസ് തർബിയത്തുൽ ഇസ്ലാമിയ വന്നപ്പോ അതിൽ സുന്നിയില്ല, അവിടെ ജമാഅത്തെ ഇസ്ലാമിക്കും മുജാഹിദിനുമൊക്കെ കടന്നു വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അതിനു പകരം മർക്കസ് സഖാഫത്ത് സുന്നിയ എന്ന സ്ഥാപനത്തിന്റെ പേര് സുന്നി മർക്കസ് എന്ന് പറയണമെന്ന് പറഞ്ഞ് ഇതിനു നേരെ മുകളിൽ കയറിയിരിക്കണമെന്ന് ആഗ്രഹിച്ച് ആദർശത്തിന്റെ തീവ്രത ഞങ്ങൾക്കാണെന്ന് പറഞ്ഞ ഒരു പഴയകാലത്തെ എനിക്കും ഓർമ്മയുണ്ട്. ഇങ്ങനെ എന്ത് വന്നാലും എല്ലാറ്റിലും സുന്നി ചേർത്തണമെന്ന് പറഞ്ഞ ഒരു കാലം ഇവർക്കുണ്ടായിരുന്നു. അന്നൊരു ഇസ്തിഖാമയിൽ വെച്ച് ബഹുമാന്യരായ നാട്ടിക ഉസ്താദ്, ഈ വേദിയുടെ പേര് തന്നെ നാട്ടിക ഉസ്താദിന്റെ പേരാണ്, അള്ളാഹു അവിടുത്തെ ദർജ ഉയർത്തുമാറാവട്ടെ. നാട്ടിക ഉസ്താദ് അക്കാലത്ത് അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിക്കപ്പെട്ടു. അക്കാലത്തെ ചോദ്യം ഇതായിരുന്നു: സുന്നിയായ യഥാർത്ഥ സുന്നികൾ സമസ്തക്കാരായ നമ്മളാണല്ലോ, എന്നിട്ടും എന്റെ ഈ മറുപക്ഷം വിഘടിത വിഭാഗം എന്തുകൊണ്ടാണ് അവരെല്ലാ സ്ഥലത്തും എല്ലാ കാര്യങ്ങളിലും ഏതു പ്രദേശത്തായാലും ഏത് പ്രവർത്തനത്തിനായാലും അവർ സുന്നി ചേർത്ത് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മളല്ലേ യഥാർത്ഥ സുന്നി എന്ന് ചോദിച്ച സമയത്ത് മർമ്മവും നർമ്മവും ഒന്നിച്ച് കലർത്തി അർത്ഥങ്ങൾ നൽകുന്ന വാചകങ്ങൾ പറയാൻ കഴിവുള്ള നമ്മുടെ പ്രിയപ്പെട്ട നാട്ടിക ഉസ്താദ് അന്ന് പറഞ്ഞൊരു വാചകമുണ്ടായിരുന്നു. നമുക്ക് തോന്നിയതൊരു വാചകം മാത്രമായിരുന്നു എന്നാണ്. പക്ഷെ അതൊരു വാചകമായിരുന്നില്ല. ഒരു കാലത്ത് തെളിയാൻ പോകുന്ന സത്യത്തിന്റെ തിരുനാളത്തെയാണ് അന്നവിടെ കൊളുത്തിവെച്ചത്. ഒരു കാലത്ത് ബോധ്യപ്പെടാൻ പോകുന്ന സത്യത്തിന്റെ സാധ്യതയാണ് അന്നവിടെ വെളിപ്പെട്ടത്. നാട്ടിക ഉസ്താദ് ചോദ്യകർത്താവിനോട് തിരിച്ചൊരു ചോദ്യം മാത്രം ചോദിച്ചു: പ്രസവ വാർഡിനാരെങ്കിലും സ്ത്രീകൾക്ക് എന്ന് എഴുതി വെക്കാറുണ്ടോ? പ്രസവ വാർഡിനാരെങ്കിലും സ്ത്രീകൾക്ക് എന്ന് എഴുതി വെക്കൂ? ഇവരെഴുതി വെക്കുമെന്നറിയില്ല. കാരണം ഇവരങ്ങനെയാണ്, ഇവർ തല തിരിച്ചാണ് എല്ലാം ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ പ്രസവ വാർഡിന് സ്ത്രീകൾക്ക് എന്ന് എഴുതി വെക്കാറില്ല എന്ന് പറഞ്ഞതുപോലെ സമസ്തയുടെ പേര് പറയുമ്പോഴും സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡ് പറയുമ്പോഴും സമസ്തയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളെക്കുറിച്ച് പറയുമ്പോഴും എല്ലാ സ്ഥലത്തും സമസ്ത എന്ന് പറഞ്ഞാൽ സുന്നിയാണെന്നും സുന്നി എന്ന് പറഞ്ഞാൽ സുന്നി എന്ന് പറയുന്നത് ഇസ്ലാമാണെന്നും ഇസ്ലാമിന്റെ യഥാർത്ഥ സംഹിതയുടെ സംഘടിത കേരളീയ രൂപമാണ് സമസ്തയെന്നും നമ്മുടെ പണ്ഡിതന്മാർ പണ്ടേ പഠിപ്പിച്ചിരുന്നു. അവിടെയാണ് ഞങ്ങളാണ് സുന്നി, ഞങ്ങളെക്കാൾ വലിയ സുന്നിയില്ല എന്ന് പറഞ്ഞ് രംഗത്ത്. എന്നിട്ട് മഹാനരായ ശംസുൽ ഉലമക്ക് വഴിപിഴച്ചു എന്ന് ഇവർ തന്നെ പ്രസംഗിച്ചു. കാലം ഇവർ വെറുതെ വിട്ടില്ല. നാട്ടിക ഉസ്താദ് പറഞ്ഞത് വർഷങ്ങൾ കഴിയുമ്പോഴേക്ക് പുലരുകയാണ്. ഇവരെ കാലം വെറുതെ വിട്ടില്ല. സൗദി അറേബ്യയിൽ ചെന്ന് സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ മുഫ്തിയായ ഡോക്ടർ സുദൈസിയുടെ കൈപിടിച്ചുകൊണ്ട് ബഹുമാന്യരായ ജനാബ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ കൈപിടിച്ചു നിൽക്കുന്ന ഫോട്ടോ പുറത്തു വന്നു. എന്നിട്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ വൈസ് പ്രിൻസിപ്പളായ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് സുദൈസി സുന്നിയാണെന്ന് കൂടി ഒന്നുകൂടി ഉയർത്തി പറഞ്ഞു. അദ്ദേഹം ഉറച്ച മുജാഹിദ് ആശയക്കാരനാണെന്ന് അദ്ദേഹത്തിന്റെ പ്രബന്ധങ്ങളിൽ നിന്ന്, പ്രഭാഷണങ്ങളിൽ നിന്ന്, പുസ്തകങ്ങളിൽ നിന്ന്, ഖുതുബകളിൽ നിന്ന് വളരെ വ്യക്തമായി എല്ലാവർക്കും ഇന്നും ബോധ്യപ്പെടും. ഈ കഴിഞ്ഞ ആഴ്ച അയാൾ പ്രസംഗം നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്തോളൂ. അദ്ദേഹത്തിന്റെ പ്രസംഗം നമുക്ക് യൂട്യൂബിലൂടെ അദ്ദേഹത്തിന്റെ വെബ്സൈറ്റിലൂടെ ലഭിക്കും. അതിൽ കൃത്യമായി മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള ചൊല്ലിയിട്ട് കൃത്യമായി ഇത് വഹാബി മുജാഹിദ് ആശയത്തിന്റെ സംഘടനയാണെന്നും നാടാണെന്നും തജ്ദീദിന്റെ പ്രസ്ഥാനമാണതെന്നും ഒക്കെ പറഞ്ഞ് മുജാഹിദ് നവോത്ഥാനത്തിന്റെ നായകനായി, ആ നാടിന്റെ നായകനായി മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നായകനെ എണ്ണിക്കൊണ്ട് ഞാൻ അദ്ദേഹത്തെ പിന്തുണക്കുന്നുവെന്ന് പറയുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയ പ്രചലത്തെ പോലും ശക്തമായി എതിർക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു അറേബ്യയിൽ അറിയപ്പെട്ട
മുജാഹിദാശയമുള്ള പണ്ഡിതനാണ് സുദൈസി. അദ്ദേഹത്തിന് കൈകൊടുത്ത് കാന്തപുരം നിൽക്കുന്ന ഫോട്ടോ കാണുന്നു. പക്ഷെ നമ്മൾ സ്വാഭാവികമായി ചോദിച്ചു പോകാറുണ്ട്, കാന്തപുരം കൈകൊടുത്തപ്പോ ഈ സുദൈസിയോട് പറഞ്ഞത് അസ്സലാമു അലൈക്കും എന്നാണോ, അല്ലെങ്കിൽ ഹായ് എന്നാണോ, ഹലോ എന്നാണോ എന്ന് ചോദിക്കാൻ നമ്മൾ വെമ്പൽ കൊള്ളുകയാണ്. കാരണം ഒരു കാലത്ത് ശംസുലമക്ക് ആദർശ വ്യതിയാനം സംഭവിച്ചു എന്ന് പറഞ്ഞവർക്ക് ഇന്ന് സുദൈസിയുടെ കൈപിടിച്ചു നിന്ന് അദ്ദേഹത്തോടൊപ്പം നിൽക്കേണ്ടുന്ന അവസ്ഥ. ഇത് കാണുമ്പോ നമുക്ക് വല്ലാതെ ചരിത്രത്തിൽ സംഭവിച്ച പഴയകാലത്തെ ആ പ്രൗഢോജ്വലതയുടെ പഴയകാലത്തെ ഓർമ്മിക്കുകയാണ്. ഇവരുടെ പ്രവർത്തനത്തിന്റെ ദുഷ്ഫലത്തെയും നമ്മൾ ഓർത്തുപോവുകയാണ്. ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെയാണ് വരുന്നത്. വിഷയത്തിന് കാലികതയുണ്ട്, പ്രാദേശികതയും കൂടിയുണ്ട്. അപ്പോൾ ആദർശം നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഞാൻ ആഗ്രഹിച്ചു പോകാറുണ്ട് പലപ്പോഴും, ഞാൻ പ്രസംഗിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഇവരുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ വന്ന് എന്നോടൊന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടെന്ന്. പല ഉസ്താദുമാരെയും കാണുമ്പോൾ ആഗ്രഹിച്ചു പോവാറുണ്ട് വന്നിരുന്നെങ്കിൽ എന്ന്. പല മുത്തഅല്ലിങ്ങളെ കാണുമ്പോഴും ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്, നെഞ്ചുറപ്പുണ്ടെങ്കിൽ അവർ എന്റെ സ്റ്റേജിലേക്ക് വരുമായിരിക്കുമല്ലോ എന്ന്. ഇപ്പോഴും ആഗ്രഹിച്ചു പോയി, സംഭവിച്ചില്ല. ഏതായാലും അങ്ങനെ ആ ഒരു വിധത്തിൽ മുജാഹിദ് ആശയത്തിന്റെ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വേണ്ടപ്പെട്ടവരെ ഇവർ കൈപിടിച്ച് നിൽക്കുന്ന അവസ്ഥയിലേക്കെത്തി. അബുദാബിയിൽ ഒരു ഫംഗ്ഷൻ നടന്നു, ഗവൺമെന്റ് ഫംഗ്ഷനാണ്. അതിൽ ഡോക്ടർ ജാക്കിർ നായിക്ക് പങ്കെടുക്കുന്നു. ആ പരിപാടിയിൽ തന്നെ മർക്കസു സഖാഫത്ത് സുന്നിയ എന്ന സ്ഥാപനത്തിന്റെ ജനറൽ മാനേജറും ഇവരുടെ യുവജന സംഘത്തിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ സർവോപരി കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ മകളുടെ ഭർത്താവ് കൂടിയായ സി മുഹമ്മദ് ഫൈലി ആ പരിപാടി പങ്കെടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ജാക്കിർ നായിക്കിന്റെ കയ്യും പിടിച്ചു നിൽക്കുന്നു. ജാക്കിർ നായിക്കിന്റെ കയ്യും പിടിച്ചു നിൽക്കുകയാണ്. അപ്പൊ ഇത് പറയുമ്പോൾ ചില SSFകാർ ചോദിക്കും, കുറ്റിപ്പുറത്തെ സമ്മേളനത്തിൽ നിങ്ങളും കൊണ്ടുവന്നിട്ടില്ലേ? ഇല്ല എന്ന് SKSSFകാർ പറഞ്ഞിട്ടില്ല. കൊണ്ടുവന്നിട്ടുണ്ട്. കാലം അതേതാണ്. ആ കാലത്ത് ജാക്കിർ നായിക്ക് പ്രബോധന രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഒരു ഉത്തരേന്ത്യക്കാരൻ രംഗത്ത് വന്നിരിക്കുന്ന കാലത്ത് അയാളുടെ ആദർശ ബോധത്തെയോ അയാളുടെ ആദർശ വിഷയത്തിലുള്ള കാഴ്ചപ്പാടുകളെയോ പൂർണ്ണമായി പുറത്തു വരാത്തൊരു കാലത്ത് അദ്ദേഹത്തെ കൊണ്ടുവന്നു. അങ്ങനെ അദ്ദേഹം പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ ചില അബദ്ധം വന്നപ്പോ അവിടെ വെച്ചു തന്നെ തിരുത്തി കൊടുക്കാനുള്ള തന്റെടം സുന്നത്ത് ജമാഅത്തിന്റെ സമസ്തയുടെ പണ്ഡിതന്മാർക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ അബ്ദുള്ളയെ കൈപിടിച്ചു കൊണ്ടുവന്ന് സ്റ്റേജിൽ കയറ്റിയിരുത്തിയിട്ട് തിരുനബിയുടെ ഷഅർ മുബാറക്കിനെ പോലും മർക്കസിലുള്ള മുടിയല്ല ബോഡി വേസ്റ്റ് എന്ന് വിളിച്ച രണ്ടുപേരെ കേരളത്തിലുള്ളത്. രണ്ടും ഇപ്പോൾ ഇവർക്കൊപ്പമാണ്. ഒന്ന് സഖാവ് പിണറായി വിജയൻ, മറ്റൊന്ന് അബ്ദുള്ള സാഹിബ്. ഈ അബ്ദുള്ള സാഹിബിനെ ഇവരുടെ സംവാദങ്ങളിലും സൗഹൃദ സംഘങ്ങളിലും നോമ്പുതുറകളിലുമൊക്കെ കൈപിടിച്ചു കൊണ്ടുവരുന്നവർ ഒരു കാലത്ത് സമസ്തയെ വിമർശിച്ചവരാണ്. എവിടെ പോയി നിങ്ങളുടെ പഴയകാല ഊർജവും ആദർശബോധവും എന്ന് ചോദിക്കാൻ അറിയാതെ ചോദിച്ചു പോവുകയാണ്. പഴയകാലത്ത് നിങ്ങൾക്കൊപ്പം നിന്ന് ആദർശബോധം ഇതിന് വേണമെന്ന് പറഞ്ഞ ആ കാലത്തെ ആ ഊർജം ഇന്നും ചോദ്യമായി എന്നിൽ നിന്ന് തിരിച്ചു വരുന്നതിൽ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പഠിപ്പിച്ചത് നിങ്ങളാണ്, ചോദിക്കുന്നത് ഞാനാണെന്ന് മാത്രം. ആ വിധത്തിൽ ജാക്കിർ നായിക്കിനെ പിന്നീട് അയാളുടെ ആദർശം ബോധ്യപ്പെട്ടതിന് ശേഷം ഇന്ന് വരെ SKSSFന്റെയോ സമസ്തയുടെയോ ഒരു വേദിയിലും കൊണ്ടുവന്നിട്ടില്ല എന്ന് ഉറപ്പാ, ഒരു സംശയമില്ല. പക്ഷേ ആ കാലത്തും അതിന്റെ ശേഷവും എല്ലായ്പ്പോഴും എന്തിനേറെ പിലാത്തറയിൽ വെച്ച്, എന്റെ നാടിന്റെ തൊട്ടടുത്തുള്ള പിലാത്തറയിൽ വെച്ച് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അമാന്യമായ ഭാഷയിൽ, മാന്യതയില്ലാത്ത ഭാഷയിൽ ഡോക്ടർ ജാക്കിർ നായിക്കിനെ ഡോക്ടർ ജാക്കിർ നായിക്ക് എന്നൊക്കെ പറഞ്ഞ് ഒരു പരിഹാസ രൂപത്തിൽ അയാളെ മുജാഹിദാണെന്ന് പറഞ്ഞ് പരിഹസിച്ചൊരു കാലമുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളുകൾ 2 വർഷം മുമ്പ് അബുദാബിയിലെ പരിപാടി കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി വരുമ്പോ ജാക്കിർ നായിക്കിന്റെ കയ്യും പിടിച്ച് ഞാൻ ഈ പറയുന്ന ഈ സി മുഹമ്മദ് ഫൈസി കയ്യും പിടിച്ച് നിൽക്കുക. ഒരു ഭാഗത്ത് സെൻട്രലിൽ നിൽക്കുന്നത് ഡോക്ടർ ജാക്കിർ നായിക്ക്, ഒരു സൈഡിൽ നിൽക്കുന്നത് സി മുഹമ്മദ് ഫൈസി കൈ പിടിച്ചു നിൽക്കുകയാണ്. ഒരു സൈഡിൽ കാന്തപുരത്തിന്റെ മകളുടെ പുത്രൻ അഥവാ സി ഫൈസിന്റെ മോൻ തന്നെ.
ഈ രണ്ടുപേരും രണ്ട് സൈഡിൽ നിന്ന് ഫോട്ടോ എടുത്ത് അത് ഫേസ്ബുക്കിലൂടെ പുറത്തു വരുന്നു. ഇന്ന് സോഷ്യൽ മീഡിയകൾ വാർത്തകളുടെ കേന്ദ്രമാണ്. അത് നിഷേധിക്കാൻ പറ്റില്ല. പല കളവുകളും നമ്മൾ ഇപ്പോൾ കാണാറുള്ളത് സോഷ്യൽ മീഡിയയിലെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ആ പേജിലാണ് പലപ്പോഴും കളവ് കാണാറുള്ളത്. ഞാൻ ഓർത്തു പോകാറുണ്ട്, ഒരു പണ്ഡിതന് ഇങ്ങനെ കളവ് പറയാൻ കഴിയുമോ? ബഹ്റൈനിലോ കുവൈത്തിലാണെന്ന് തോന്നുന്നു, ഒരു മൗലിദ് സദസ്സ് നടക്കുന്നു. തങ്ങളെ കുവൈത്തിലല്ലേ? ഹൈദർ അലി തങ്ങൾ ഒരു KMCC-യുടെ ഒരു പരിപാടി പങ്കെടുക്കുന്നു. അന്നു തന്നെ അവിടെ ഏതൊരു അറബി വീട്ടിൽ ഒരു മൗലിദും നടക്കുന്നു. അതിന് കാന്തപുരം പോകുന്നു, മറ്റേ പരിപാടിക്ക് ഹൈദർ അലി തങ്ങൾ പോകുന്നു. രണ്ടുപേർക്കും ഒന്നിച്ച് കയറാനുള്ളത്, ഒരേ എയർപോർട്ടിൽ നിന്നാണ് ഫ്ലൈറ്റ് കയറാനുള്ളത്. രണ്ടുപേരും ഏകദേശം അടുത്തടുത്ത സമയത്ത് എയർപോർട്ടിൽ എത്തുന്നു. കാന്തപുരത്തിനൊരു പ്രത്യേകതയുണ്ട്, സെൽഫി അടിക്കാൻ ഭയങ്കര താല്പര്യമാണ്. നമ്മളിപ്പോ ഏതെങ്കിലും മന്ത്രിമാരോ കുഞ്ഞാലിക്കുട്ടി സാഹിബോ ബാപ്പുസ്താദോ യാത്ര നയിക്കുമ്പോൾ പറ്റുമെങ്കിൽ അടുത്തു പോയിട്ട് നമ്മൾ ഫോട്ടോ എടുക്കും, അവരോടുള്ള സ്നേഹം കൊണ്ടാണ്. അതുപോലെയാണ് കാന്തപുരത്തിന് നേതാക്കന്മാരെ കണ്ടാൽ തൊട്ടടുത്ത് പോയി വേഗം ക്യാമറക്കാരനോട് പറയും, സിദ്ദീഖ് ഭായിയോട് പറയും. കൂടുതൽ അതിനു വേണ്ടി തന്നെ ഒരു സിദ്ദീഖ് മർക്കസിലുണ്ട്, ശമ്പളം കൊടുത്ത് ഫോട്ടോ എടുക്കാൻ മാത്രം, ഫോട്ടോ എടുക്കുക. ഇങ്ങനെ ഇവരുടെ ഈ ഫോട്ടോ മാനിയ പിടിപെട്ടൊരു വിഭാഗമാണ്. ആ എയർപോർട്ടിൽ ഇരിക്കുന്നത് അപ്പോൾ തന്നെ ഫോട്ടോ എടുത്തുകൊണ്ട് ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ സ്വന്തം ഫേസ്ബുക്കിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തു, ഞാൻ അൽഹംദുലില്ലാ ഞങ്ങൾ മൗലിദ് സദസ്സുകളൊക്കെ കഴിഞ്ഞു, ഞാൻ ദുബൈയിലെത്തി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ ഫോട്ടോ, അതിന്റെ മേലെ ഈ ഫോട്ടോ. ആ അടിക്കുറിപ്പിന്റെ അർത്ഥം എന്താ? ഞങ്ങൾ മൗലൂദൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാനും ഹൈദർ അലി തങ്ങളും മൗലൂദ് കഴിഞ്ഞു, ഒന്നിച്ചൊരു മൗലൂദ് കഴിഞ്ഞു വരികയാണെന്നാണ്. പക്ഷെ അദ്ദേഹം ആ വാക്ക് എഴുതിയില്ല. ജനങ്ങളെ വഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്. വഞ്ചനയുടെ ഏറ്റവും വലിയ ആൾരൂപം നിങ്ങൾ പരിശോധിച്ചാൽ ഇപ്പോഴും ഉണ്ടത്. മാസങ്ങൾ പിന്നിലേക്ക് പോയി നോക്കിയാൽ ഹൈദർ അലി തങ്ങളും അദ്ദേഹവും ഒരു എയർപോർട്ടിൽ ഇരിക്കുന്ന ഫോട്ടോ കാണാം. അപ്പൊ തന്നെ KMCC-യുടെ അവിടുത്തെ സെക്രട്ടറി എയർപോർട്ടിൽ തങ്ങളെ യാത്രയാക്കാൻ വന്ന സെക്രട്ടറി മറുപടി പറഞ്ഞു, ഹൈദർ അലി തങ്ങൾ ഇദ്ദേഹം പറഞ്ഞ ഇന്ന് അറബിയുടെ വീട്ടിലെ മൗലൂദിൽ പങ്കെടുത്തിട്ടില്ല, കാന്തപുരത്തോടൊപ്പം ഒരു പരിപാടിയിലും പങ്കെടുത്തിട്ടില്ല, കട്ടായമാണത്, തീർച്ചയാണത്, പച്ചക്കള്ളമാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് പോലും ഒരു നിമിഷം അത് തിരുത്താൻ അയാൾ തയ്യാറായില്ല. സംഭവം എന്താ? പച്ചക്കള്ളാണ് എഴുതി വെച്ചത് സ്വന്തം ഫേസ്ബുക്കിൽ. അത് വേറെ ആരെങ്കിലും എന്ന് പറയരുത്. കൊട്ടിഘോഷിച്ച് സിറാജിൽ പരസ്യം കൊടുത്ത് ന്യൂസ് കൊടുത്ത് തുടങ്ങിയ ഫേസ്ബുക്ക് പേജാണ്, ആരെങ്കിലും ഉണ്ടാക്കിയതല്ല. സിറാജിൽ പരസ്യം കൊടുത്തു, ഷെയ്ഖുനാക്ക് ലൈക്ക് അടിക്കണം എല്ലാവരും. അവസാനം കമറുലുലമൊക്കെ പോയി ഫേസ്ബുക്കിലെ കുട്ടികളെ ലൈക്കുലുലമ എന്ന് വിളിക്കാൻ തുടങ്ങി. ആ നിലയിലേക്കെത്തി. അങ്ങനെ തുടങ്ങിയ പേജിൽ ഇദ്ദേഹം പറഞ്ഞ പച്ചക്കള്ളം, അതിൽ മറ്റൊരു രസമുണ്ടായി. ഉസ്താദ് കളവ് പറഞ്ഞു, അനുയായി സത്യം പറഞ്ഞു. അതേ എയർപോർട്ടിൽ നാദാപുരം പാനൂർ ഭാഗത്തുള്ള ഒരാളുണ്ടായിരുന്നു. അയാളുടെ വീഡിയോ എന്റെ കയ്യിലുണ്ട്. ആ വീഡിയോയിൽ ഒരാൾ പറയാണ്, ഉസ്താദ് എയർപോർട്ടിൽ എത്തിയപ്പോ വല്ലാത്ത സന്തോഷമായി. ആദ്യം ഉസ്താദാണ് എത്തിയത്, അല്ല ആദ്യം ഹൈദർ അലി തങ്ങളാണ് എത്തിയതെന്ന് തോന്നുന്നു. പിന്നീട് ഉസ്താദ് വന്നു. അപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്തു ഉസ്താദിനെ, ഹൈദർ അലി തങ്ങൾ അത് അവിടെ ഇരിക്കുന്നു. ഉടനെ തന്നെ ഹൈദർ അലി തങ്ങളെടുത്ത് പോയി ഉസ്താദ് ഇരുന്നു. ഉസ്താദ് വേറെ ഭാഗത്തുനിന്ന് വന്നതാണ്, ഇയാൾ വേറെ വന്നതാണെന്ന് അനുയായി പറയുന്നു, നേതാവ് കളവും പറയുന്നു. അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, ഈ നാട്ടിലെ പരിസരത്തുള്ള AP വിഭാഗത്തിന്റെ പ്രവർത്തകരെ നിങ്ങൾ ഉസ്താദിന്റെ അത്ര കളവ് പറയാറില്ല എന്നാണ് ബോധ്യപ്പെടുന്നത്. ഈ നിലയിലേക്ക് കളവ് പറഞ്ഞു വരുന്ന ഇവരുടെ ഒഫീഷ്യൽ പേജസ് അങ്ങനെയൊക്കെ നിലവിലുണ്ട്. അങ്ങനെ ഫേസ്ബുക്കിലൂടെ ഒരു ഫോട്ടോ വരുന്നു, ഞാൻ പറഞ്ഞ ചീഫ് ഐസിയും മുജാഹിദ് നേതാവായ ജാക്കിർ നായിക്കും കൂടി കൈപിടിച്ചു നിൽക്കുന്ന ഫോട്ടോ. അതെവിടെ വന്നത്? ചീഫ് ഐസിയുടെ തന്നെ ഇതുപോലെയുള്ള സ്വന്തം പേജ്. ആ സമയത്ത് ഒരുപാട് പേര് ഇദ്ദേഹത്തോട് ചോദിച്ചു, ഇയാൾ മുജാഹിദല്ലേ? അങ്ങനെയല്ലേ? ചീഫ് ഐസി പറയാണ്, അയാൾ മുജാഹിദല്ല, അയാൾ സുന്നി ആശയക്കാരനാണ്. സ്ത്രീ ജമാഅത്ത് വിഷയത്തിൽ അയാൾക്ക് സുന്നി ആശയമാണ്. പക്കാ സുന്നി ആശയത്തിനെതിരായി മുജാഹിദ് ആശയം ആ വിഷയത്തിൽ പറയുകയും കേരളത്തിൽ നിന്ന് തന്നെ ഒരു മുഖാമുഖത്തിൽ 500ഓളം പള്ളികൾ കേരളത്തിൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ തുറന്നു കൊടുക്കപ്പെട്ടിട്ടുണ്ട്, അതിലൊരു തെറ്റുമില്ല എന്ന് പറഞ്ഞയാളാണ് ജാക്കിർ നായിക്. ജാക്കിർ നായിക്കിന്റെ ആശയത്തെ അംഗീകരിക്കുന്നവർ ഈ സദസ്സിന്റെ ചുറ്റും തന്നെയുണ്ട്. എനിക്കറിയാം, ഇവിടെ ഈ നാട്ടിൽ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സമുന്നതനായ സ്റ്റേറ്റ് നേതാവുണ്ട്. ഞാൻ അദ്ദേഹത്തെ മറക്കുന്നില്ല. അദ്ദേഹത്തിന്റെ നാടാണ് എന്നറിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇന്ന് ഈ സദസ്സിൽ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്.
ഞങ്ങൾ ഒരുപാട് കാലം വ്യത്യസ്ത സംഘടനകളിൽ നിന്നുകൊണ്ട് ഇന്നും അങ്ങനെ തന്നെ ആദർശപരമായ സംവാദങ്ങളും ആദർശപരമായ സംവാദ വേദികളിലുമൊക്കെ ഇരിക്കുകയും സംവാദങ്ങൾ നടത്തുകയൊക്കെ ചെയ്ത ഓർമ്മകൾ ഇപ്പോൾ തന്നെ അയവിറക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം എവിടെയുണ്ട് എന്നറിഞ്ഞപ്പോൾ ഞാൻ പറയുകയാണ്, അങ്ങനെ മുജാഹിദിനോട് സലാം ചെല്ലാൻ പാടില്ല, ബന്ധം പാടില്ല, കൈപിടിക്കരുത് എന്ന് പറയുക മാത്രമല്ല, ശംസുൽ ഉലമ അങ്ങനെയൊക്കെ ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് നടന്നവർ ഇപ്പോൾ ഇവരുടെ കൈപിടിച്ച് നിൽക്കുന്നു. അപ്പോൾ ഒരാൾ ചോദിച്ചു ഈ ഫേസ്ബുക്കിൽ, ഉസ്താദേ സമസ്തക്കാരെ കണ്ടാൽ മോശമല്ലേ ഇങ്ങനെ കൈപിടിച്ച് നിൽക്കുന്നത്? അപ്പോ ഇയാളുടെ മറുപടി, ഇയാൾ മുജാഹിദല്ല എന്നൊക്കെ പറഞ്ഞാണ്. അപ്പൊ നമ്മളെ മറുപടി തൊട്ടു പിന്നാലെ വന്നു, അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ലെങ്കിലും സമസ്തക്കാരെങ്കിലും നിങ്ങൾ പേടിക്കുന്നുണ്ടല്ലോ. പിറ്റേ ദിവസം ആ പേജിൽ നിന്ന് അത് റിമൂവ് ചെയ്തു. പക്ഷെ പേജിൽ നിന്ന് റിമൂവ് ചെയ്താൽ അത് പോവില്ല ഉസ്താദേ, അതവിടെ കിടക്കും. അത് വേണമെങ്കിൽ എടുക്കാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ട്. അപ്പൊ തന്നെ ഞാനും നൂറുദ്ദീൻ തങ്ങളും ഞങ്ങളൊക്കെ അത് കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പ്രസംഗത്തിൽ അത് ക്ലിപ്പിട്ട് കാണിച്ചു കൊടുക്കാറുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇത്രയും കാലം സുന്നിസം പറഞ്ഞിരുന്ന നിങ്ങൾക്ക് എവിടെ പോയി നിങ്ങളെ സുന്നി? അതാണ് നാട്ടിക ഉസ്താദ് പറഞ്ഞതിന്റെ പ്രസക്തി ഇവിടെ വരുന്നത്. ഇത്തരം ആശയം പറഞ്ഞു വരുന്നവർ ഇപ്പോൾ ഒരു പ്രസ്ഥാനമുണ്ടാക്കി, അതിന്റെ പേര് മുസ്ലിം ജമാഅത്ത് എന്നാണ്, കേരള മുസ്ലിം ജമാഅത്ത് എന്നാണ്. കേരള മുസ്ലിം ജമാഅത്ത് എന്ന് പറഞ്ഞാൽ KMJ, നമ്മൾ അങ്ങനെയാണ് ആ പ്രസ്ഥാനത്തെ വിളിക്കുന്നത്. അഥവാ കേരള മുടി ജമാഅത്ത് എന്ന് വേണമെങ്കിൽ വിളിക്കാം. KMJ കൊണ്ടുള്ള സുഖത. ഈ KMJയുടെ ആശയങ്ങളെ തുറന്നു കാണിച്ചുകൊണ്ട്, ഇവരുടെ പ്രവർത്തനങ്ങളെ തുറന്നു കാണിച്ചുകൊണ്ട് ഇവരുന്ന 1-ാം തീയതി ഇൻഷാ അല്ലാഹ് പയ്യോളിയിൽ വെച്ച് ദൈക്ഷണിക സംവാദം നടക്കുകയാണ്. ഹമീദ് ഫൈസിയുണ്ട്, കണ്ണാടിപ്പറമ്പ് ഫൈസിയുണ്ട്, അൻസാർ മാസ്റ്ററുണ്ട്, മോഡറേറ്ററായിട്ട് ഞാനുണ്ട്, ചോദ്യകർത്തകളായി ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് ആ പരിപാടി വൻ വിജയമാവുന്ന വലിയ പരിപാടിയാണ്. പറ്റുന്നവരൊക്കെ ആ പരിപാടിയിലേക്ക് വരണം. അങ്ങനെ ഈ കേരള മുസ്ലിം ജമാഅത്ത് ഉണ്ടാക്കിയതിൽ അവർ സുന്നി ഒഴിവാക്കി. രസകരമായൊരു സംഭവമുണ്ട്. ഈ കേരള മുസ്ലിം ജമാഅത്ത് ഉണ്ടാക്കിയപ്പോ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടടുത്ത സമയത്ത് ചാനൽ അഭിമുഖത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഒരു അഭിമുഖം കൊടുത്തു. ആ അഭിമുഖത്തിൽ ചോദിച്ചു, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഘടനകളുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഈ പുതിയ സംഘടന എന്ന് ചോദിച്ചപ്പോ 50 വയസ്സും 60 വയസ്സും 70 വയസ്സും 90ഉം 100ഉം വയസ്സുള്ള ആളുകളുണ്ട്, അവർക്ക് സജീവമായി പ്രവർത്തിക്കാനാണ് കേരള മുസ്ലിം ജമാഅത്ത്. ഞാൻ അങ്ങനെ ചിന്തിച്ചു, 100ാം വയസ്സിലും ഈ കൊടിയും പിടിച്ച് സംഘടനാ പ്രവർത്തനം നടക്കാൻ മനുഷ്യൻ? കാന്തപുരം പറഞ്ഞതാണ് ചാനലിനോട്. സംശയമുള്ളവരുണ്ടെങ്കിൽ ആ ചാനൽ ടോക്ക് യൂട്യൂബിൽ കിട്ടും. തുറന്നു നോക്കിയിട്ട് കാന്തപുരം പറഞ്ഞത് കേട്ടു നോക്കൂ, അപ്പോൾ ബോധ്യപ്പെടും. അത്തും പിത്തും എന്ന് പറഞ്ഞ് നിങ്ങൾ പണ്ട് കണ്ണിയത്ത് ഉസ്താദിനെ പരിഹസിച്ചതിന്റെ പരിണിതി ഈ വാചകങ്ങളിലുണ്ടെന്ന് കാണാൻ സാധിക്കും. പ്രാർത്ഥനയുടെ ഫലമാണത്. കണ്ണിയത്ത് ഉസ്താദിനെ ഉപ്പും ചാക്കുമെന്ന് നിങ്ങൾ വിശേഷിപ്പിച്ചു. നിങ്ങൾ ഉപ്പും ചാക്കുമല്ല, അതിനേക്കാൾ വലിയ അവസ്ഥയിലേക്ക് തിരിച്ചെത്തുകയാണ്. ശംസുൽ ഉലമ എന്ന മഹത്തായ ആ അറിവിന്റെ നിറസാന്നിധ്യത്തെ ഒരു കാലത്ത് നിങ്ങൾ സംഘടനാ പ്രവർത്തനം കൊണ്ട് നശിപ്പിക്കാൻ ചിന്തിച്ചുകൊണ്ട് സംഘടനാ പ്രവർത്തനം നടത്തിയിട്ട് നിങ്ങളുടെ ഒരു സെക്രട്ടറിയായ കാന്തപുരം അഥവാ സമസ്തയുടെ ഒരു ജോയിന്റ് സെക്രട്ടറി സമസ്തയെ നശിപ്പിക്കാൻ വേണ്ടി പ്രവർത്തനം നടത്തിയപ്പോ ആ പ്രവർത്തനം കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഉപദ്രവകരമായി എന്നത് ശരിയാണ്. അദ്ദേഹത്തെ പിടിച്ച് പുറത്തേക്കിട്ടു ശംസുൽ ഉലമ തന്നെ. പക്ഷെ അങ്ങനെ ഒരു ജോയിന്റ് സെക്രട്ടറിയാണ് ശംസുൽ ഉലമയെ ദ്രോഹിക്കാൻ വന്നതെങ്കിൽ അള്ളാഹുവിന്റെ ഖലാ കാണണം. അങ്ങനെ ദ്രോഹിച്ച കാന്തപുരത്തെ ദ്രോഹിക്കാനായി അള്ളാഹു 2 ജോയിന്റ് സെക്രട്ടറിമാരെ സൃഷ്ടിച്ചു. കാന്തപുരത്തിന്റെ വലൻ ജോയിന്റ് സെക്രട്ടറിയായ പേരോടും എടൻ ജോയിന്റ് സെക്രട്ടറിയായ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരും 2 ഭാഗത്തിരുന്ന് ഇപ്പോൾ കാന്തപുരത്തെ പരീക്ഷിക്കുന്നുവെന്നല്ല, ചങ്ങലയിട്ട് വരിഞ്ഞു മുറുക്കി പിടിച്ച് പറയുകയാണ്, ഞങ്ങൾ പറയുന്നത് മാത്രം പറഞ്ഞാൽ മതി, ഞങ്ങൾ പറയുന്നതനുസരിച്ച് മാത്രം പ്രസ്താവന ഇറക്കിയാൽ മതി. മുശാവറയുടെ ക്ലിപ്പ് ഇറങ്ങുക പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കാം. മുശാവറയിൽ നടക്കുന്നത് ക്ലിപ്പായിട്ട് ഇവർ തന്നെ ഇറക്കുക. മുശാവറ യോഗം നടക്കുമ്പോൾ ഒരാൾ ക്യാമറ, ഒരാൾ ലാപ്ടോപ്പ്, ഒരാൾ മൊബൈല് ഒക്കെ ആയിട്ട് നിന്നിട്ട് അതിങ്ങനെ എടുക്കുക. കാന്തപുരം ജയിൽ പുള്ളി ഇരിക്കുമ്പോൾ ഇരുന്നിട്ട് പറയാണ്, ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള ഒരു സംഘടന. അദ്ദേഹത്തിന്റെ പറച്ചിൽ കേട്ടാൽ തന്നെ തോന്നും ആകെ ക്ഷീണിതനായിട്ടുണ്ട്. പേരോടും പൊന്മളയും 2 ഭാഗത്തിരുന്നു കൊണ്ട് പറയാണ്, ഹാഫിദ് തെറ്റാണെന്ന് പറയണം, ഹാഫിദിനെ തെറ്റായി പറയണം.
ഇപ്പോൾ ഹാഫിദ് മോശമാണെന്ന് വന്നു. ഞാൻ ഹാഫിദിന് വേണ്ടി വാദിക്കാനല്ല പറയുന്നത്. പക്ഷെ ഇപ്പോൾ ഹാഫിദ് മോശക്കാരനാണെന്ന് കൊണ്ടുവന്നത് ഉത്തരാഞ്ചലിലെ ഒരു പണ്ഡിതന്റെ ഒരു ഒപ്പും സീലൊന്നും ഇല്ലാത്തൊരു കത്താണ്. പക്ഷെ മാന്യമായി ചോദിക്കുന്നു, ആ കത്തിന് ഞങ്ങൾ മൂല്യം തരുന്നു. ഒരു കത്ത് വന്നാൽ ഹാഫിദ് വ്യാജനാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അവരുടെ സംഘടന കൊണ്ടുവന്ന കത്തിൽ അങ്ങനെ ഒരു ഒപ്പില്ലാത്ത ഒരു കത്തുണ്ട്. ഒപ്പുണ്ടെങ്കിൽ തന്നെ ഒരു കത്ത്. ഒരു കാലത്ത് ഹസ്രജിയുടെ സഹോദരൻ ഒപ്പും സീലും എല്ലാം വെച്ച് അയച്ചൊരു കത്തിനെ അത് പോരാ, ഓഡിയോ വേണമെന്ന് പറഞ്ഞ് തള്ളിയവർ ഇപ്പൊ കൊണ്ടുവരികയാണ് തെളിവായിട്ടത്. നമ്മളതിനെ എതിർക്കുന്നില്ല, നമ്മൾ അംഗീകരിക്കുന്നു. ഹാഫിദിനെതിരെ നിങ്ങൾ കൊണ്ടുവന്ന തെളിവിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു. എന്നാൽ ചോദിക്കട്ടെ, ഒപ്പിട്ട് കൊണ്ടുവന്ന ഹസ്രജിയുടെ സഹോദരന്റെ കത്തെടുത്തിട്ട് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കിട്ടിയ മുടി തിരുനബിയുടേതല്ലെന്നും അതെന്റെ കുടുംബത്തിന്റെ പാരമ്പര്യമായി കുടുംബത്തിൽ സൂക്ഷിക്കപ്പെട്ടത് അല്ല എന്നുമുള്ള ആ സഹോദരന്റെ വാദത്തെ ആ കത്ത് വെച്ച് നിങ്ങൾക്ക് അംഗീകരിച്ചുകൂടെ? നിങ്ങൾക്ക് എന്താ കത്ത് സ്വീകരിക്കാൻ പറ്റാത്ത പ്രശ്നം എന്താ നിങ്ങൾക്ക്? പണ്ട് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ മോഷണം നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അരീക്കാടേക്ക് അയക്കപ്പെട്ടത് കുലൈബിയുടെ പേരിലുള്ള ഒരു കത്തായിരുന്നില്ലേ? സീലില്ല, ഒപ്പില്ല, ഒന്നുമില്ലാത്ത മലബാരി അറബിയിൽ എഴുതിയ ഒരു കത്തല്ലേ നിങ്ങളന്ന് കൊടുത്തുവിട്ടത്? അത് സ്വീകാര്യമാണെങ്കിൽ ഹസ്രജിയുടെ സഹോദരൻ ഞങ്ങളുടെ വീട്ടിൽ പാരമ്പര്യമായി ഇങ്ങനെയൊന്ന് സൂക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അയക്കുന്ന കത്തിന് പ്രസക്തിയില്ലേ എന്നാണ് എന്റെ ചോദ്യം. സുന്നി പറഞ്ഞിരുന്നവരോടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ സുന്നി ഇന്നിവിടെ ഒളിച്ചുപോയി. മുസ്ലിം ജമാഅത്ത് ഉണ്ടാക്കിയപ്പോ അവിടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പ്രസംഗിച്ചു, വിഡ്ഢിത്തം പറഞ്ഞു. ഞാൻ പറയാറുണ്ട്, സാധാരണ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി, വിഡ്ഢിത്തം പറഞ്ഞു എന്ന് പറയേണ്ട ആവശ്യമില്ല. അതിൽ അണ്ടർസ്റ്റുഡാണ്. പറഞ്ഞു എന്ന് പറഞ്ഞാൽ വിഡ്ഢിത്തം. നമ്മൾ നൂറുദ്ദീൻ തങ്ങളൊക്കെ പണി പേരോട് പറഞ്ഞത് അതുപോലെ തന്നെ എടുത്തു വെക്കല. അതിൽ നോക്കൊന്നുമില്ല എവിടെയാ ക്ലിപ്പ് എന്ന്. എല്ലാം ക്ലിപ്പാണെന്നാ. ഒക്കെ ക്ലിപ്പായിരിക്കും, ഒക്കെ വിഡ്ഢിത്തായിരിക്കും. ഏറ്റവും രസാവഹമായ സംഭവം അതാണ്. മലപ്പുറത്ത് വെച്ച് സമത്വയുടെ പേരിൽ പണ്ട് കുതിര കയറിയവർ അവസാനം മലപ്പുറത്ത് വെച്ച് അവരുടെ സമ്മേളനം പ്രഖ്യാപനം നടത്തിയപ്പോൾ കേരള മുടി ജമാഅത്തോ അല്ലെങ്കിൽ എന്ത് ജമാഅത്തുമാവട്ടെ, ആ ജമാഅത്തുണ്ടാക്കി പ്രസംഗിച്ചപ്പോ ആ പ്രസംഗത്തിന്റെ പേരോടിന്റെ പ്രസംഗം വന്നപ്പോ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അവിടുന്ന് പറഞ്ഞു. അതിനു മുമ്പ് സോഷ്യൽ മീഡിയ നിറഞ്ഞു നിന്ന് സമത്വയുടെ പ്രവർത്തകർ ഇവരോട് ചോദിച്ചു, ഷംസുൽ-ഉലമയെ പരിഹസിച്ച് സുന്നിയില്ല എന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ സംഘടനയിൽ നിന്ന് കേരള മുസ്ലിം ജമാഅത്തിൽ നിന്ന് സുന്നി എടുത്തൊഴിവാക്കാൻ എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോ ഇവർ പേരോടന്ന് മറുപടി പറഞ്ഞു. എന്തിനും വിശദീകരിക്കാൻ നടക്കലാണ് മൂപ്പരുടെ ജോലി. പച്ച മലയാളത്തിൽ ജിഷാൻ മാഹിയോടും മറ്റുള്ളവരോടൊക്കെ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാര് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു മുടിയുമായി ബന്ധപ്പെട്ട്. അത് നാദാപുരം ഭാഷയിൽ വിശദീകരിച്ച ആളാണ് പേരോട്. നല്ല മലയാളത്തിലാണ് പൊന്മള പറഞ്ഞത്, അത് നാദാപുരം ഭാഷയിൽ വിശദീകരിച്ച മഹാനാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം എന്തിനു വിശദീകരിക്കും? അങ്ങനെ വന്നിട്ട് ഇയാൾ വിശദീകരിച്ചു, ഞങ്ങൾ സുന്നി ഒഴിവാക്കിയിട്ടില്ല. മുസ്ലിം ജമാഅത്ത് എന്ന സംഘടന ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് നാട്ടുകാരോട് ഒന്ന് ഓർമ്മിപ്പിക്കുന്നു, മുസ്ലിം ജമാഅത്ത് എന്ന സംഘടന സമുദായത്തെ വെട്ടിപ്പിളർക്കാൻ നാം ഒരിക്കലും ഇനി ഒന്നിക്കാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ്. നിങ്ങളാരും വിചാരിക്കേണ്ട ഇത് ഒരുമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന്. ഒരിക്കലും ഇനി മുസ്ലിങ്ങൾ തമ്മിൽ സുന്നികൾ തമ്മിൽ പരസ്പരം യോജിപ്പുണ്ടാവാതിരിക്കാൻ വേണ്ടി കെട്ടിടങ്ങൾ ഉണ്ടാക്കാനും പരസ്പരം മനസ്സുകളെ വെട്ടിപ്പിളർത്തിയിട്ട് സ്നേഹബന്ധങ്ങളുടെ അകലം കൂട്ടാനും സകല സ്നേഹങ്ങളെയും ഇല്ലാതാക്കാനും വേണ്ടി ഇവരുണ്ടാക്കിയ പ്രസ്ഥാനത്തിന്റെ പേരാണ് കേരള മുസ്ലിം ജമാഅത്ത്. വളരെ ഗൗരവത്തോടെ നിങ്ങൾ ഓർക്കേണ്ടുന്ന ഒരു സാധനമാണത്. അതിനെ നമ്മൾ ഭയത്തോടെ, അതിലേറെ ആശങ്കയോടെ കാണേണ്ട സംഭവമാണ്. കാരണം ഞാൻ ഉറച്ചു പറയുന്നു, ചരിത്രം പഠിക്കുന്നവർ, അന്വേഷണം നടത്തുന്നവർ ഇവരുടെ വഴിയെ അന്വേഷിക്കേണ്ടതുണ്ട്. കാന്തപുരത്തിൽ നിന്ന്, കാരന്തൂരിൽ നിന്ന്, വിദേശ രാഷ്ട്രങ്ങളിലൂടെ പോയിട്ട് ഇസ്രയേലിലേക്ക്, ടെലവീവിലേക്ക് വഴിയുണ്ടോ എന്ന് അന്വേഷിക്കാൻ സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇതിന്റെ അധിക പ്രസംഗമോ അല്ലെങ്കിൽ പകര കണ്ടതുപോലെയുള്ള സ്വപ്നമോ അല്ല, ഇത് യാഥാർത്ഥ്യത്തിലേക്ക് വഴി തുറക്കുന്ന സംഭവമാണ്. ഒരു സംശയവും വേണ്ട. ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ ബ്രിട്ടീഷ് സ്പൈ ഹംഫറിനെ കുറിച്ച് കാണാം. അതുപോലെ ഒരുപാട് മുസ്ലിം രാഷ്ട്രങ്ങളിലേക്ക് വന്ന ഒരുപാട് ചാരന്മാരെ കുറിച്ച് കാണാം. ഈ ചാരവലയങ്ങൾ ഉണ്ടാക്കിയ ഒരുപാട് പ്രവർത്തനങ്ങൾ ലോകരാഷ്ട്രങ്ങളിലൊക്കെ ഉണ്ടാക്കി വെച്ച പ്രവർത്തനങ്ങളെയും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അതിലൊക്കെ ഈ ഇസ്ലാം വിരുദ്ധ ലോബിയുടെ പ്രവർത്തനത്തിന്റെ രൂപഭാവങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അവരുടെ പ്രവർത്തനങ്ങളെ പഠിക്കാൻ കഴിയുന്നത്
അവരൊരു ഓഫീസ് തുറന്നു വെച്ച് അവരുടെ പതാകയും കെട്ടിത്തൂക്കിയിട്ട് അവിടെ ഇരുന്ന് സംഘടനാ ഓഫീസ് പോലെ തുറന്നു വെച്ചിട്ട് അവിടെ പ്രവർത്തിച്ചുവെന്നല്ല, മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ ഇസ്ലാമിക രൂപം വസ്ത്രവും ധരിച്ച് മുസ്ലിം പേരുമുണ്ടാക്കി ഇസ്ലാമിനെയും പഠിച്ചുകൊണ്ടാണ് അവർ രംഗത്ത് വന്നത്. ചരിത്രത്തിൽ പഠിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് ഈ പ്രവർത്തനത്തിന്റെ ബാക്ക് ഇത് ചെറിയ ഭാഷയിൽ പറഞ്ഞാൽ അടിരേഖ ഒരുപക്ഷെ കൃത്യമായി അറിഞ്ഞുകൊള്ളണമെന്നില്ല, അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നവരെ കുറിച്ച് അദ്ദേഹത്തിന് അറിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷേ ചെന്നു ചേരുന്നത് അവിടേക്കാണെന്ന് പറയാൻ മടിയില്ലാതെ തെളിവുകൾ നമുക്ക് മുന്നിൽ വെക്കാൻ കഴിയും. ഒരു പാനപാത്രം വന്നപ്പോ പാനപാത്രത്തിൽ നമ്മൾ കണ്ടൊരു ചിത്രമുണ്ട്. സ്റ്റാർ ഓഫ് ഡേവിഡ് എന്ന പേരിൽ അറിയപ്പെട്ട ഇസ്രയേലികളുടെ നക്ഷത്രത്തെയാണ് നമ്മൾ അതിൽ കണ്ടത്. അന്വേഷിച്ചു ചെന്നപ്പോൾ പിന്നിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് ആ പാത്രം സഞ്ചരിച്ച വഴികളിൽ ഒന്ന് ചെച്നിയാണ്. ആ ചെച്നിയിൽ വെച്ച് ആ പാത്രം പ്രദർശിപ്പിക്കപ്പെട്ടപ്പോ ആ ചെച്നിയിലെ പാത്ര പ്രദർശനത്തിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അതിന്റെ തൊട്ടടുത്ത് ചെച്നിയിൽ പോയിട്ടുണ്ട്. ചെച്ചൻ പ്രസിഡന്റിന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ, ചെച്ചൻ പ്രസിഡന്റിന്റെ ഫോട്ടോ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ ഒരുപക്ഷെ നമ്മൾ കാണുക പട്ടിയുടെ കൂടെ നിൽക്കുന്നതായിരിക്കും. എന്റെ ഭാഷ ഞാൻ മോശമാക്കിയതല്ല, അടിച്ച കാണുന്ന സാധനമാണ്. അല്ലെങ്കിൽ അദ്ദേഹം നിൽക്കുന്നത് കാണുക അർദ്ധനഗ്നകളായ സ്ത്രീകളുടെ കൂടെയാണ്. അതുമല്ലെങ്കിൽ പൂർണ്ണനഗ്നകളുടെ കൂടെ നിൽക്കുന്ന ഒരു പ്രസിഡന്റിനെ, ചെച്നിയുടെ പ്രസിഡന്റിനെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ചെച്ചൻ പ്രസിഡന്റ് അങ്ങനെ മാത്രമേ ഗൂഗിളിൽ ഒരു കാലത്ത് കാണാറുള്ളൂ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കാണാറുള്ളത്. പക്ഷെ അതിൽ നിന്ന് വിഭിന്നമായി ഒരു ഫോട്ടോ മാത്രം കണ്ടുവരുന്നു, ഒന്നോ രണ്ടോ ഫോട്ടോ. അതിലൊന്ന് ഒരു സൈഡിൽ നിൽക്കുന്നത് കേരളത്തിലെ മുസ്ലിങ്ങളുടെ മനസ്സിനെ കുത്തിപ്പിളർത്തി പരസ്പരം ഭിന്നതയുടെ വിത്തുപാകിയിട്ട് ഒരിക്കലും യോജിക്കാതെ നമ്മളെ പിളർത്തിയ കാന്തപുരം എത്തിയ അബൂബക്കർ മുസ്ലിയാരെയാണ് ഒരു ഭാഗത്ത് ഫോട്ടോയിൽ കാണുന്നത്. മറുപക്ഷത്ത് ആരെന്നല്ലേ? കാന്തപുരത്തിന് മുടി കൊടുത്ത അബുദാബിയിൽ നിന്ന് വന്ന ഖസ്റജിയാണ് മറുപക്ഷത്ത് കാണുന്നത്. ഇങ്ങനെ ഒരു ഫോട്ടോ കാണാം. ഇനി നമുക്ക് ഇസ്രയേലിന്റെ ബന്ധം, ഇസ്രയേലിലേക്കുള്ള ബന്ധം കൂടി ഒന്ന് കാണാം. കൊണ്ടുവന്ന പാത്രത്തിൽ ഈ ചിഹ്നം കാണുന്നു. മാത്രമല്ല ഇസ്രയേലിലെ ഒരു നഗരത്തിന്, റോഡിന് പേരിട്ടിരിക്കുന്നു. ഇതേ ചെച്ചൻ പ്രസിഡന്റിന്റെ പിതാവിന്റെ പേരാണ് നൽകപ്പെട്ടിരിക്കുന്നത്. പാവപ്പെട്ട മുസ്ലിങ്ങളെ അറുകൊല ചെയ്യുന്ന പിഞ്ചുബാലന്മാരെ പോലും ബാനറ്റ് കൊണ്ട് കുത്തിക്കൊല്ലുന്ന അല്ലെങ്കിൽ വെടിവെച്ചു കൊല്ലുന്ന ഇസ്രയേലിന്റെ നരാധമന്മാരായ പട്ടാളവും പോലീസും മുസൽമാനെ കാണാൻ പോലും ഇഷ്ടപ്പെടാത്തവർ ഇസ്രയേലിലെ ഒരു റോഡിന് പേര് നൽകിയിരിക്കുന്നു ചെച്ചൻ പ്രസിഡന്റിന്റെ പിതാവിന്റെ പേര്. ചെച്നിയിലെ പാവപ്പെട്ട മുസ്ലിങ്ങൾ ഒരുപാട് പേരെ കൊന്നൊടുക്കിയ കഥയും പറയാനുണ്ട് ഇയാളുടെ പേരിൽ. ഏതുപോലെ? ഗുജറാത്തിലെ മോദിയെ പോലെ. മോദിയെ പ്രശംസിക്കുന്നതിലും കാന്തപുരമുണ്ട്. മോദിയുടെ വരവിന്റെ പിന്നിൽ ഇസ്രയേലിലെ കോർപ്പറേറ്റുകൾ ലോബി പ്രവർത്തിച്ചതായി ഇന്ത്യയിലെ അറിയപ്പെട്ട പത്രപ്രവർത്തകർ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒരു കോൺഫെഡറേഷൻ ആണെന്ന് പറയേണ്ടി വരുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ആലോചിക്കണം. ഇനി നമ്മൾ അളക്കേണ്ടത്, അന്വേഷിക്കേണ്ടത് ഇസ്രയേലിലേക്ക് വഴി തുറക്കുന്നുണ്ടോ എന്ന പഠനമാണ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവേണ്ടത്. ആ വിധത്തിലേക്ക് കാര്യങ്ങളെത്തി. സുന്നിയില്ല എന്ന് പറഞ്ഞ് പരിഹാസം ചൊരിഞ്ഞവർ, വിദഅത്തുകാരോടൊപ്പം കൂടരുതെന്ന് പറഞ്ഞവർ. ഞാൻ ചോദിക്കുന്നു, ഇത് പുൽപ്പറ്റ പഞ്ചായത്താണല്ലേ? പുൽപ്പറ്റ പഞ്ചായത്തിലെ എത്രാം വാർഡാ ഇത്? 13ാം വാർഡിൽ നിന്ന് മുജാഹിദ് സ്ഥാനാർത്ഥിക്ക് മുജാഹിദിന്റെ പ്രവർത്തകനായ AP ഗ്രൂപ്പിലുള്ളപ്പോ AP ഗ്രൂപ്പുകാർ തന്നെ പരിചയപ്പെടുത്തി തന്ന മുജാഹിദ് സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന്റെ വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. ആ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചത് എന്റെ പേരുള്ള സ്ഥാനാർത്ഥിയാണ്, KP മുഹമ്മദ് സാഹിബ്. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നാണ് ഇപ്പൊ ഭക്ഷണം കഴിച്ചു. അള്ളാഹു അദ്ദേഹത്തിന് ദീനിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. നാടിനും നാട്ടിന്റെ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനങ്ങളിലുമെല്ലാം നേതൃത്വം നൽകാനുള്ള കഴിവ് കൊടുക്കുമാറാവട്ടെ. അദ്ദേഹം സംസ്ഥയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും സഹകരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ KP മുഹമ്മദ് സാഹിബിനെ പരാജയപ്പെടുത്താൻ വേണ്ടി എന്റെ പഴയകാലത്തെ സംഘടനാ പ്രവർത്തകർ എന്തൊക്കെ ചെയ്തു? മൗലൂദോ റാത്തീബ് വരെ നടത്തി എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ റാത്തീബ് നടത്തിയിട്ടും വിജയിച്ചു. കാരണം എന്താ? റാത്തീബ് നടത്തിയാൽ റാത്തീബിന്റെ ഫലം കിട്ടും. ചെല്ലിയാക്കല്ല ഫലം കിട്ടുക, റാത്തീബിന് ഫലം കിട്ടുക. അങ്ങനെയാണല്ലോ നമ്മൾ ദുആ ചെയ്യാറില്ലേ? പടച്ചോനെ ഞങ്ങളെ ഹലാലായ മുറാദുകളെ ഹാസിലാക്കി തരണേ. മുറാദുകൾ പലതും ഉണ്ടാവും, ഹലാലായത് പാസ്സാക്കി തരണമല്ല. അതുപോലെ ഞങ്ങളെ ഉദ്ദേശത്തെ പാസ്സാക്കി തരണേ. ഉദ്ദേശം നല്ലതല്ലെങ്കിൽ അത് പാസ്സാവില്ല. ശരിയായ ഉദ്ദേശം, സമുദായത്തിന്റെ ശരിയായ ഉദ്ദേശത്താണ് പാസ്സാക്കുക.
മഹാന്മാരുടെ പേരിൽ അങ്ങനെ തന്നെ. ഈ റാത്തീബ് മൗലൂദുകൾക്കെതിരെ കേരളത്തിൽ സംവാദം നടത്താൻ നടക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവിനെയാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. വ്യക്തിപരമായി അദ്ദേഹത്തോട് എനിക്കൊരു വിരോധവുമില്ല. ആദർശപരമായി ഞങ്ങൾ രണ്ട് ചേരിയിൽ തന്നെയാണ്. തുറന്നു വെച്ച ആദർശം പറയുന്നതിന് തെറ്റില്ലെന്ന് വിശ്വസിക്കുന്നവരാണ് ഞാനും അദ്ദേഹവും. ഞാൻ ഇപ്പോഴും അദ്ദേഹത്തെ വരുമ്പോ അദ്ദേഹം ഇവിടെ തന്നെയല്ലേ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഫോൺ ചെയ്തിട്ട് അങ്ങോട്ട് കയറി വരുന്നത്. എന്റെ ഓൺലൈൻ സുഹൃത്തുക്കൾക്ക് ഈ പേര് കേൾക്കുമ്പോ ഒരുപക്ഷെ ഓർമ്മ വരുന്നുണ്ടാവും, നസാഫ് മൗലവിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. നസാഫ് മൗലവി എന്ന പേരിൽ ഓൺലൈനിൽ പ്രവർത്തിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, കാന്തപുരവും എന്റെ സുഹൃത്ത് തന്നെയാണ്, അദ്ദേഹം എന്റെ സുഹൃത്തല്ല. നസാഫ് മൗലവിയെ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. സുന്നികളുടെ മുസ്ലിം ലീഗിന്റെ ശക്തി കൊണ്ട് അദ്ദേഹം പരാജയപ്പെട്ടു, അത്ര തന്നെ ഉള്ളൂ. അതിലൊന്നും ഞാൻ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നില്ല. പക്ഷേ എന്റെ വിഷയം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പരാജയമോ വിജയമോ രാഷ്ട്രീയ മത്സരമോ അല്ല ഞാൻ ചർച്ചയാക്കുന്നത്. നമ്മുടെ പഴയകാലത്തെ സംഘടനയുടെ ജില്ലാ നേതാക്കൾ പണം കൊടുത്തിട്ട് മുജാഹിദ് പ്രവർത്തകനും നേതാവുമായ മുജാഹിദ് ഔദ്യോഗിക പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന നേതാവായ നസാഫ് മൗലവിയെ വിജയിപ്പിക്കാൻ വേണ്ടി സമസ്തയുടെ പ്രവർത്തകനായ KP മുഹമ്മദ് സാഹിബിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു. ഓർക്കുകയാണ് ഞാനിവിടെ. തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തിയ ഒരു പ്രസ്താവനയെ ഞാൻ ഓർത്തെടുക്കുകയാണ്. സമസ്തയെ പിന്തുണക്കാത്ത കാന്തപുരം വിഭാഗത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളെ പരാജയപ്പെടുത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ കരുതിയില്ല കാന്തപുരം ഇത്രത്തോളം പോകുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. കാന്തപുരത്തിന്റെ സാധാരണ പ്രസ്താവന എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ഞാനിപ്പോൾ അത് തിരിച്ചറിയുന്നു. ഈ നാട്ടിൽ നിന്ന് ഞാൻ ഈ സംസാരിക്കുന്ന മണൽ, ഏതൊരു മണലിൽ നിന്നാണോ സംസാരിക്കുന്നത്, ഈ വാർഡാണ് 13ാം വാർഡാണ് പുൽപ്പറ്റയിലെ. ഈ 13ാം വാർഡിൽ വെച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന നേതാവായ നസാഫ് മൗലവിയെ വിജയിപ്പിക്കാൻ, സമസ്തയുടെ പ്രവർത്തകനെ പരാജയപ്പെടുത്താൻ നിങ്ങൾ ചെയ്ത നിങ്ങളുടെ പ്രവർത്തനത്തിലെ ഈ വൃത്തികേടിനെ ഏത് സുന്നിയുടെ പേരിൽ നിങ്ങൾ ന്യായീകരിക്കും? കേൾക്കാൻ താല്പര്യമുണ്ട്. ഇതൊരു പ്രാദേശിക വിഷയത്തിന്റെ ഒരു ഭാഗമല്ല. ഇതുവരെ നമ്മൾ ആരും ചർച്ച ചെയ്തിട്ടില്ല. ഇന്നിവിടുന്ന് കേട്ടപ്പോഴാണ് ഞാൻ ആ വിഷയം ചിന്തിച്ചത്. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ശംസുൽ ഉലമ എന്ന ചരിത്രത്തിൽ അതുല്യനായ പണ്ഡിത പ്രതിഭയ്ക്കെതിരെ ആദർശമില്ല, ആദർശത്തിൽ ചോർച്ച സംഭവിച്ചു എന്ന് പറഞ്ഞ കാന്തപുരത്തിന്റെ പിന്തുണയോടെ, ഈ ജില്ലയിലെ നേതാക്കളുടെ പിന്തുണയോടെ ഈ പ്രദേശത്ത് വെച്ച് മുജാഹിദ് നേതാവിന് വേണ്ടി, ഒരു സാധാരണ മുജാഹിദ് പ്രവർത്തകനല്ല, സംശയമുള്ളവർക്ക് ഞാൻ നസാഫ് മൗലവിയെ സ്റ്റേജിൽ വിളിച്ചു വരുത്തി തരും. എന്തിനാ? അദ്ദേഹം സാധാരണ മുജാഹിദ് അല്ല എന്ന് തെളിയിക്കാൻ, മുജാഹിദിന്റെ പ്രഭാഷകനായ നേതാവാണെന്ന് തെളിയിക്കാൻ. സംശയമുള്ളവരുണ്ടെങ്കിലാ പറഞ്ഞത്. നസാഫ് മൗലവി ഒരിക്കലും ഞാൻ മുജാഹിദ് അല്ല എന്ന് പറയില്ല. കാരണം അദ്ദേഹവും ഞാനും തമ്മിൽ നല്ല വ്യക്തിബന്ധമുണ്ട്. അദ്ദേഹം എന്നെ വീട്ടിന്റെ കുടിയിരിക്കലിനെ വിളിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തോട് വരാമെന്ന് പറഞ്ഞിരുന്നു. നല്ല ബന്ധമാണ്. പക്ഷെ അദ്ദേഹത്തോട് ഞാനൊരു ഡിമാൻഡ് വെച്ചിരുന്നു, തലേന്ന് രാത്രിയെ വരുള്ളൂ, കുത്തുബിയത്ത് ചെയ്താണ് അവസരം തരണം. അദ്ദേഹം നിഷേധിക്കില്ല. അതെവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പോയിട്ടില്ലെങ്കിൽ ഇവിടെ ഉണ്ടാവാം. പക്ഷെ അത് ഞങ്ങൾ തമ്മിലുള്ള ആദർശം പരസ്പരം പറയാറുണ്ട്. ഞങ്ങൾക്ക് പറയാൻ പറ്റുന്ന ആദർശം പറയാറുണ്ട്. രാഷ്ട്രീയം എന്തുമാവട്ടെ, രാഷ്ട്രീയത്തിന് വേണ്ടി അദ്ദേഹത്തിന് പ്രവർത്തിച്ചാലും ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, സമസ്തയുടെ പ്രവർത്തകരെ പരാജയപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെ വിജയിപ്പിക്കാൻ പോയ നിങ്ങളുടെ ആദർശബോധം അത് ഏത് ആദർശബോധമാണ്? നിങ്ങൾ എന്താ കരുതിയത്? കേരളത്തിലെ ജനങ്ങളൊക്കെ വിഡ്ഢികളാണെന്ന് കരുതിയോ? ഈ നിമിഷം മുതൽ നിങ്ങൾ കണ്ടോളൂ, കേരളത്തിലെ സുന്നി പ്രവർത്തകർ ഈ വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞു. നിങ്ങൾ ഇനി നിങ്ങളെ ഫേസ്ബുക്ക് ഒന്ന് തുറന്നു നോക്കൂ. അവിടെ കാണാം നസാഫ് മൗലവിയെ വിജയിപ്പിക്കാൻ കാന്തപുരം ഗ്രൂപ്പ് ചെയ്ത പ്രവർത്തനങ്ങളുടെ പോസ്റ്ററുകൾ നിങ്ങൾക്ക് ഇനി വായിച്ചെടുക്കാം. മൗലവി വിജയിക്കോ തോക്കോ ചെയ്തോട്ടെ, കാരണം അതൊക്കെ രാഷ്ട്രീയപരമായ പ്രവർത്തനങ്ങളാണ്. എന്തൊക്കെയാണ് ഒരു കാലത്ത് പറഞ്ഞത്? ശംസുൽ ഉലമക്കെതിരെ പറഞ്ഞത് കാരണം ഒരു കാലത്ത് മുസ്ലിം ലീഗിലെ മുജാഹിദ് സ്ഥാനാർത്ഥി ഉണ്ടായിട്ട് അവരെ പരാജയപ്പെടുത്താൻ ശംസുൽ ഉലമ പറയുന്നില്ല എന്നാ പറഞ്ഞത്. നിങ്ങൾക്ക് കിട്ടുന്നതൊക്കെ പറ്റുമെന്നും മറ്റുള്ളവർക്കതൊന്നും പറ്റില്ലെന്നാണോ? അറിയാത്തതുകൊണ്ട് ചോദിക്കാൻ. പിന്നെ ഇവരുടെ നയാണ് ഒട്ടകപ്പക്ഷിയുടെ നയാണ് ഇവർക്ക്, അല്ലെങ്കിൽ ഓന്തിന്റെ നയം. ഇതിൽ രണ്ടു പേർക്ക് പറ്റും, രണ്ട് രൂപത്തിലും പറ്റും. ഇന്നലെ ഞാൻ പ്രസംഗിച്ചത് തൊട്ടടുത്ത പ്രദേശത്താണ്, കുഞ്ഞാണി ഉസ്താദിന്റെ നാട്ടിലാണ്. അവിടെ പോയിട്ട് മമ്പാടുകാരൻ വഹാബി സഖാഫി നല്ലൊരു പ്രസംഗം നടത്തി. നല്ലൊരു പ്രസംഗം എന്ന് പറഞ്ഞാൽ സമദ് സാഹിബാണ് ആദ്യം പ്രസംഗിച്ചത്, മറുപടിയായിട്ട് വന്നതാണ്. കടലും കടലാടിയും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവും, അത് രണ്ടും തമ്മിൽ വെച്ച് നോക്കുമ്പോൾ. സമദ് സാഹിബിന്റെ പ്രസംഗം വളരെ കൃത്യമായി ഇന്നിവിടെ പറഞ്ഞതുപോലെ ചരിത്രവും സംഭവങ്ങളൊക്കെ പറഞ്ഞു പിരിഞ്ഞു. പക്ഷേ
വഹാബ് സഖാഫി ചെന്നിട്ട് പച്ച തോന്നിവാസം പ്രസംഗിച്ചു. എല്ലാ സ്ഥലത്തും ചെന്ന് ഇവർ പറയാറുണ്ട്, ഞങ്ങൾ പാണക്കാട് തങ്ങന്മാരാളാണ്, ഞങ്ങൾ ലീഗിന്റെ ആളാണ്. അവിടെ ലീഗിനെതിരെയും പ്രസംഗിച്ചു, പാണക്കാട് തങ്ങന്മാർക്കെതിരെയും പ്രസംഗിച്ചു. ഇന്നലെ ഞാനും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അലവിദാരിമിയും കൂടി ഞങ്ങൾ രണ്ടുപേരും അവിടെ മറുപടി പറഞ്ഞു. അതിന്റെ മുമ്പ് ഒരു സിദ്ദീഖ് സഖാഫി ഉണ്ടായിരുന്നു. അയാൾ വന്നിട്ട് കേരളം മുഴുവൻ ഇവർ പറയാറുള്ളത് പല സ്ഥലത്തും വന്ന് ഞങ്ങൾ ലീഗുകാരാണെന്നാണ്. എന്തിനാ ലീഗിനെ കൂടെ കിട്ടുമെന്ന് കരുതിയിട്ടാണ്. അങ്ങനെ പറയുന്നവർ അവിടെ പോയിട്ട് പ്രസംഗിച്ചതെന്താ? നാട്ടിക ഉസ്താദിന്റെ പ്രവർത്തന കേന്ദ്രങ്ങളാണല്ലോ ഇതൊക്കെ. അവിടെ പോയി പ്രസംഗിച്ചത് ലീഗിനെതിരെ ഈ സിദ്ദീഖ് സഖാഫി. സമദ് സാഹിബ് മറുപടി പറഞ്ഞു, പ്രസംഗിച്ചു. സമസ്ത പറഞ്ഞു. യൂത്ത് ലീഗ് പരിപാടി വെച്ചിട്ട് മനാഫിനെ കൊണ്ടുവന്നു. മനാഫ് സാഹിബിന്റെ പ്രസംഗം നടത്തി യൂത്ത് ലീഗ് കൃത്യമായി ഇവർക്ക് മറുപടി കൊടുത്തു. കാരണം മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്കും ഇവരെ തിരിച്ചറിവുണ്ട്, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും തിരിച്ചറിവുണ്ട്. ഇവരെ ആരും ഇനി വിശ്വസിക്കില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഏത് സമൂഹത്തെ വഞ്ചിക്കാനാണ് ഇറങ്ങിയത്? മുസ്ലിം സമുദായത്തെയാണോ? എന്നാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. ഒരു കാലത്ത് ഒരുപക്ഷെ വാർത്താമാധ്യമങ്ങൾ, മീഡിയകൾ വളരാത്ത കാലത്ത്, വാർത്തകൾ സഞ്ചരിക്കുന്ന വേഗത കുറഞ്ഞ കാലത്ത്, റേഡിയോവും ഒരു TV ചാനലും മാത്രമുള്ള ഒരു കാലത്ത് നിന്ന് മാറിയിട്ടുണ്ട്. അനുനിമിഷം വാർത്തകൾ സൃഷ്ടിക്കപ്പെടുകയും വാർത്തകൾ കേൾക്കപ്പെടുകയും ചെയ്ത കാലത്ത് കാന്തപുരത്തിന്റെ തട്ടിപ്പിന് ഒരു വിലയുമില്ല. അതിനെ തകർത്തെറിയാൻ മീഡിയകൾ തന്നെ തയ്യാറാണ്. കളവ് പറയുന്നതിന് ഒരതിരുമില്ല, ഒരതിർത്തിയുമില്ല, ഒന്നുമില്ല. എന്ത് പറഞ്ഞാലും അതനുസരിക്കാൻ പറ്റുന്ന കുറച്ച് നല്ല പറ്റിയ സാധനങ്ങളുണ്ട്. വളരെ അത്ഭുതം തോന്നിപ്പോവാൻ. കാരണം ഒരു സ്ഥലത്ത് പറയാ ലീഗാണ്, മറ്റൊരു സ്ഥലത്ത് പറയാ ലീഗിനെതിരെ. നിങ്ങൾ ഏത് ലോകത്തെ മക്കളെ ജീവിക്കുന്നത്? അപ്പൊ എന്താണ് ഇതിനെ അർത്ഥമാക്കുന്നത്? ഒരു സ്ഥലത്ത് ചെന്ന് ലീഗാണെന്ന് പറഞ്ഞാൽ അവിടെയുള്ള AP പ്രവർത്തകരും ലീഗും ഒന്നാവുമെന്നും സമസ്തക്കാരുമായിട്ട് തെറ്റുമെന്നാണ് ഇവരെ ധാരണ. ഇവർക്ക് വല്ലാത്ത മോഹങ്ങളുള്ളൂ, ചെറിയ മോഹമൊന്നുമില്ല ഇവർക്ക്. 20 കോടിന്റെ പള്ളിയൊന്നും ഇവർ മോഹിക്കൂല, 40 കോടിയെ മോഹിക്കൂ. പക്ഷെ മോഹിച്ചതാണെങ്കിൽ നടക്കൂല, മോഹിച്ചത് നടക്കില്ല. പിരിവെടുക്കാൻ എല്ലാ മോഹങ്ങളും പറ്റും. ഇപ്പൊ പറയുന്നത് കേട്ടു, ചാനലിന് വേണ്ടി പിരിവ് തുടങ്ങിയിട്ടുണ്ട്. നല്ല കാര്യമാണ്. ചാനലിന് പേര് ഇനി പിരിവ് ചാനലിനും കൂടി കൊടുത്താൽ നല്ലതാ. വൈകുന്നേരത്തെ പരിപാടി കൊടുക്കുക. 7 മണിക്ക് ശേഷം 8 മണി വരെ ഉസ്താദിന്റെ പിരിവ്. അപ്പൊ ഉസ്താദ് ഇങ്ങനെ ചാനലിൽ പറയും, ഇന്നത്തെ നമ്മുടെ പിരിവ് ഇന്ന വിഷയത്തിന് വേണ്ടിയാണ്, ഇത്ര രൂപ വീതം സംഭാവന ചെയ്യുന്നവർക്ക് ഇന്നതാണ്, പേരോടിന്റെ വക കുറ. അങ്ങനെ ഒരു TV ചാനൽ ആവലാണ് നന്നാവുക. ഈ അടുത്ത് അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരു സുഹൃത്ത് ഇന്ത്യ വിഷൻ നിന്ന് പോകുന്നതിന്റെ തൊട്ടു മുമ്പ് നിൽക്കില്ല എന്നുള്ളതിൽ പോവാൻ മാധ്യമ ബന്ധമുള്ള ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ അവരുമായി ബന്ധമുള്ള ഒരാള്, എനിക്ക് തന്നെ പരിചയമുള്ള അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ എന്നോട് പറഞ്ഞു, ഉസ്താദ് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇന്ത്യ വിഷൻ ഏറ്റെടുക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞു, നല്ല കാര്യം, പക്ഷെ പേരിലൊരു ചേഞ്ച് വരുത്തണം, ഇന്ത്യ വേഷന്നാക്കണം. മൂപ്പരാണ് ഏറ്റെടുക്കുന്നതിലെ പറ്റിയ പേരതാണ്. അങ്ങനെ ആക്കി മാറ്റലാണ് നല്ലത്. കാരണം എന്താ? ഈ സമുദായത്തിന്റെ ഉള്ളിലേക്ക് പരസ്പരം ചെറിയ കുട്ടികളുടെ മനസ്സിലേക്ക് പോലും, പിഞ്ചു കുട്ടികളുടെ മനസ്സിലേക്ക് പോലും സമുദായ വിദ്വേഷത്തിന്റെ വിഷവിത്തുകൾ വാങ്ങിക്കൊടുത്തത് ഈ വ്യക്തിയാണ് എന്നത് കൊണ്ട് തന്നെയാ പറഞ്ഞത്. ഇവര് പറയും, നമ്മൾ ഈ ഉള്ള കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ ഇവര് സാധാരണ പറയും, ഉസ്താദിനെ കുറ്റം പറയുന്നു, അസൂയ കൊണ്ട് പറയാന്. എന്താ അസൂയ നിങ്ങൾ ഉസ്താദിനോട് എനിക്കുണ്ടാവേണ്ടത്? അദ്ദേഹത്തിന്റെ സൗകര്യങ്ങളും എല്ലാം ഉപയോഗപ്പെടുത്താൻ കൂടെ നിന്ന് കഴിയുമായിരുന്ന കാലത്ത് അത് വലിച്ചെറിഞ്ഞിട്ട് അത് അപകടമാണ്, അള്ളാഹുവിന്റെ അടുത്തേക്ക് പോകാൻ അതുകൊണ്ട് സാധിക്കില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോ ഞാൻ ഇറങ്ങി വന്നു. അപ്പൊ ഇപ്പൊ ഞാൻ എന്ത് ചെയ്താലും പിറ്റേന്ന് രാവിലെ ആരോപണം. ഞാൻ മണ്ണാർക്കാട് ഒരു സ്ഥാപനത്തിലാണ് ഉണ്ടായിരുന്നത്. കോഴിക്കോട് പരിസരവും പ്രവർത്തിക്കാനുള്ളത് കൊണ്ടും എനിക്ക് എന്റേതായ കുറെ പ്രവർത്തനങ്ങൾക്ക് പറ്റിയ സൗകര്യവും പുതിയൊരു സ്ഥാപനവും അതിന്റെ കുറെ ബ്രാഞ്ചുകളും പ്ലാൻ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ പ്രവർത്തനത്തെ കോഴിക്കോടിനടുത്ത് ചേലേമ്പ്രയിലേക്ക് മാറ്റി. ഒരു പെൺകുട്ടികളുടെ ഹിഫ്ളുൽ ഖുർആൻ ഞങ്ങൾ അവിടെ തുടങ്ങി. അതിന്റെ അനുബന്ധ സ്ഥാപനങ്ങൾ ഇൻഷാ അല്ലാഹ് തൃശ്ശൂരിലും കണ്ണൂരിലുമൊക്കെ വരാൻ പോകുന്നു. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പെൺകുട്ടികൾക്ക് ഹിഫ്ള് പഠിക്കാനും എല്ലാം, ഹിഫ്ള് മാത്രമല്ല മറ്റെല്ലാം ഒന്നിച്ചു പഠിക്കാനുള്ള സംവിധാനമാണ്, അഡ്വാൻസ്ഡ് വിദ്യാഭ്യാസ രീതിയാണ് ഞങ്ങൾ നൽകുന്നത്. അതിനുവേണ്ടി ഞാൻ അവിടുന്ന് എന്റെ മാനേജർ സ്ഥാനം ഒഴിവായി കൊടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച പോലും ഞാൻ പറഞ്ഞു വെച്ച കുട്ടിയെ അവിടെ അഡ്മിഷൻ കൊടുത്തിട്ടുണ്ട്. ഇസ്മായിൽ സഖാഫി തോട്ടുമുക്കാണ് അതിന്റെ പ്രസിഡന്റ്, അതിന്റെ ആക്ടിംഗ് പ്രസിഡന്റ്. ഞാനും ഇസ്മായിൽ സഖാഫിയും ഒരു പള്ളിയുടെ തൊട്ടടുത്താണ് താമസം. ഞങ്ങൾ എല്ലാ ബന്ധവും എല്ലാവരും തുടരുന്നു. അപ്പോ ഇന്നലെ മിനിയാന്ന് മുതൽ APക്കാർ ഞാൻ അവിടുന്ന് ഒഴിഞ്ഞു എന്നറിഞ്ഞപ്പോ
പുതിയ ആരോപണം, രാമന്തളി ആ സ്ഥാപനത്തിൽ നിന്ന് സാമ്പത്തിക അഴിമതിയൊക്കെ കാണിച്ചിട്ട് അവിടുന്ന് എന്നെ പുറത്താക്കി. എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, വാദത്തിനാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഉസ്താദ് ആദ്യം എത്തിങ്ങാനിന്ന് കട്ടിട്ടല്ലേ പഠിപ്പിച്ചത്, പിന്നെ ശിഷ്യനെ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. അത്രേ എനിക്ക് അതിൽ മറുപടി പറയാനുള്ളൂ, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. നിങ്ങൾ ഉസ്താദ് അങ്ങനെ തന്നെയാണ്. രണ്ടാമത് അരീക്കാട് പള്ളി 35ാം വാർഷികം എങ്ങാനും ആഘോഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അരീക്കാട്ടേക്ക് നടന്നോളൂ. 35 വർഷം കഴിഞ്ഞ 4 മാസം മുമ്പ് പൂർത്തിയായിട്ടുണ്ട്. ഇവരുടെ രൂപ കാണുന്നത് കാരണം ഞാൻ എന്തു പറഞ്ഞാലും ഇവരെ തലക്കേശുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ എന്നെ പ്രതിരോധിക്കാൻ കൊണ്ടുവരണം. എന്തിനാ മക്കളെ നിങ്ങളത് പറയുന്നത്? ഞാൻ നിങ്ങളെ കൂട്ടത്തിൽ നിന്നല്ലേ വന്നത്. ചെറിയ ചെറിയ രോഗങ്ങൾ പിന്നെയും ബാക്കിയുണ്ടാവേ. നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു രോഗിയെ കൊണ്ടുവന്നു, ഫുള്ളായിട്ട് ക്യാൻസർ പിടിച്ചൊരു രോഗിയെ കൊണ്ടുവന്നു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഏത് ഹോസ്പിറ്റലിലായാലും റേഡിയേഷനും ഒക്കെ കൊടുത്താലും രോഗത്തിന്റെ ചെറിയ ലക്ഷണങ്ങൾ ബാക്കിയുണ്ടാവില്ലേ? ഞാൻ പറയുന്ന വാദത്തിന് തന്നെയാണ്. അതുപോലെ സമസ്തയാകുന്ന ഹോസ്പിറ്റലിൽ ഞാൻ ചികിത്സയിലാണ് നിങ്ങളുടെ കൂടെ നിന്നതിന്റെ പേരിൽ. എന്റെ രോഗങ്ങൾ മാറി വരുന്നുണ്ട്. അഥവാ നിങ്ങൾ പഠിപ്പിച്ചു തന്ന, നിങ്ങളെ പഠിച്ച, നിങ്ങളിൽ നിന്ന് പഠിച്ച, ചാരിയാൽ ചാരിയത് സാധാരണ പറയുന്ന രൂപം വേറെയാണ്. ഞാൻ തിരുത്തി പറയാണ്, ചാരിയാൽ ചാരിയെ നാറുമെന്നാണ്. നിങ്ങളെടുത്തു നിന്ന് അങ്ങനെ നാറിപ്പോന്ന ഞാൻ നന്നായി വരാൻ കുറച്ച് സമയമെടുക്കും. ആ കൂട്ടത്തിൽ ചിലപ്പോ ഇനി നിങ്ങളെ മോശണ സ്വഭാവം, അങ്ങനെയാണല്ലോ നിങ്ങളുടെ പേരിൽ ആരോപണം നടക്കുന്നത്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ റെസീറ്റ് അടിച്ചിട്ട് 40 കോടിയുടെ പള്ളി പിരിപ്പിക്കാൻ പറഞ്ഞ ആ പള്ളിയുടെ ശിലാസ്ഥാപനത്തിന്റെ 4ാം വാർഷികം നാളെയാണ്. നിങ്ങളിപ്പോ എന്നെ കൊണ്ട് ഓർമ്മിപ്പിച്ചതാണ്. 4ാം വാർഷികം നാളെയാണ്. ജനുവരി 30 നാളെയല്ലേ? ശൂന്യാകാശത്ത് നിങ്ങൾ ശിലാസ്ഥാപനം ചെയ്തതിന്റെ 4ാം വാർഷികം നാളെയാണ്. ഞാനത് ഓർമ്മിച്ചിട്ടില്ല. നിങ്ങളിപ്പോ ഇങ്ങനെ വരുമ്പോ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടൊരു മാറ്ററിന് മറുപടി പറഞ്ഞതാണ്. ഇപ്പോ ആ മറുപടിയുടെ കൂട്ടത്തിൽ നിങ്ങൾ എന്നെ ഓർമ്മിപ്പിച്ചു, നന്ദിയുണ്ട്. നാളെയാണ് നിങ്ങളുടെ 4ാം വാർഷികം ആഘോഷിക്കുന്നത്. എന്തിന്റെ? ശൂന്യാകാശത്തൊരു തറക്കല്ലിടയിലും അപ്പൊ തന്നെ പൊളിച്ചു മാറ്റുകയും ചെയ്തു. അതിന് നേതൃത്വം നൽകാൻ നിങ്ങൾ കൊണ്ടുപോയത് ബഹുമാന്യരായ ഉള്ളാൾ കുഞ്ഞിക്കോയ തങ്ങളെയാണ്. നാം സംസ്ഥയുടെ പ്രവർത്തകരാണ്. കാന്തപുരത്തിന്റെ വലയിൽപ്പെട്ട് തെറ്റിദ്ധരിച്ച് ഉള്ളാൾ തങ്ങൾ എന്റെ നാട്ടിൽ കല്യാണം കഴിച്ച വ്യക്തിയാണ്. ഉള്ളാൾ തങ്ങൾ നല്ലൊരു കുടുംബത്തിലെ നല്ലൊരു സയ്യിദ്. പക്ഷെ കാന്തപുരത്തിന്റെ തെറ്റിദ്ധാരണ കാരണം ശംസുലുൽമക്കെതിരെയും നമ്മുടെ ഉസ്താദുമാർക്കെതിരെയൊക്കെ പലപ്പോഴും അദ്ദേഹത്തിന് പറയേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ തിരുത്താൻ അദ്ദേഹം മനസ്സ് പറഞ്ഞിട്ടുണ്ട്. ഇവർ വിട്ടുകൊടുത്തിട്ടില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് അവരുടെ കൂട്ടത്തിൽ അവസാനം നിന്നാണ്. അള്ളാഹു സയ്യിദാണല്ലോ, നമ്മൾ അതാണ് പഠിച്ചത്, നമ്മുടെ നേതാക്കൾ പഠിപ്പിച്ചത് അതാണ്. അദ്ദേഹത്തിന്റെ എല്ലാ വിഷമങ്ങളും എല്ലാം അള്ളാഹു മാറ്റിക്കൊടുത്ത് സ്വർഗസ്ഥനാക്കുമാറാവട്ടെ. ഇതാണ് സമസ്ത. നിങ്ങളെപ്പോലെ വടശ്ശേരിയെ പോലെ തെറി വിളിക്കുന്നവരുടേതല്ല സമസ്ത. അങ്ങനെ ഉള്ളാൾ കുഞ്ഞിക്കോയ തങ്ങൾ അടക്കമുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുണ്ടാക്കിയ പ്രസ്ഥാനം. ആ ഉള്ളാൾ തങ്ങളെ നേതൃത്വത്തിൽ വിളിച്ചു. എന്നിട്ട് ഉള്ളാൾ തങ്ങളെ കൊണ്ടുവന്നിട്ട് ഉള്ളാൾ തങ്ങളെ നേതൃത്വത്തിൽ 40 കട്ട വെച്ച് കട്ടക്കളി കളിച്ചതിന്റെ 30ാം വാർഷികം. നമ്മൾ കാണാറില്ലേ? കട്ട ഇങ്ങനെ തിരിച്ചൊരു ഭാഗം സൈഡ് ശരിയാക്കുക. അതിൽ ചിലപ്പോൾ ആന ഉണ്ടാവും, പുലി ഉണ്ടാവും, പൂച്ച ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഇങ്ങനെയുള്ള ഒരു കട്ടക്കളി കളിച്ച് കുറെ കട്ട വെച്ചപ്പോ പള്ളിയുടെ ചിത്രം വന്നു. കുറച്ച് കഴിഞ്ഞപ്പോ കുട്ടികളുടെ അതേ അവസ്ഥ. കുട്ടികൾ ഇങ്ങനെ തിരിച്ച് ചിത്രം ഉണ്ടാക്കി. കുറച്ച് കഴിഞ്ഞപ്പോ വേറൊരു കുറുമ്പനായ കുട്ടി വന്നിട്ട് പറഞ്ഞു, ഇതൊന്നും വേണ്ട, പൊളിച്ചു കളയാമെന്ന്. അപ്പാണ്ട് പൊളിച്ചു. അങ്ങനെ പൊളിച്ചു കളഞ്ഞു. ആ പൊളിച്ചു കളഞ്ഞ പള്ളിയുടെ 4ാം വാർഷികം, ശിലാസ്ഥാപനത്തിന്റെ 4ാം വാർഷികം നാളെയാണ്. അന്ന് നേതൃത്വം നൽകാൻ വന്ന ഉള്ളാൾ തങ്ങളുടെ ആണ്ട് നേർച്ചയും 2 ദിവസം കഴിഞ്ഞാൽ ഉള്ളാൾ തങ്ങൾ ജീവിച്ച കരുവന്തുരുത്തിയിലെ വീട്ടിൽ നടക്കുകയാണ്. ഞാൻ എല്ലാവരെയും അങ്ങോട്ട് ക്ഷണിക്കുക. ആണ്ട് പങ്കെടുക്കാനല്ല, ആണ്ട് കാണാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ഉള്ളാൾ തങ്ങളുടെ വീട്ടിലേക്ക് ഞാനിതാ പറയുന്നു, എഴുതി വെച്ചോളൂ. മുഖം കെട്ടതിന്റെ തെളിവ് കാണാൻ പോവാൻ ഉള്ളാൾ തങ്ങളുടെ വീട്ടിൽ വെച്ച് നടക്കുന്ന ഉള്ളാൾ തങ്ങളുടെ ആണ്ടിന് നേതൃത്വം നൽകുന്നത് ആരാ? ഹാഫിൾ അബ്ദുല്ലാഹിൽ ഹക്കീം. നിങ്ങൾ പുറത്താക്കിയ ആള്. പിന്നെ നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്ത് നൗഷാദ് ഹസനി പോയോ? പിടിച്ചെടുത്തോ നിങ്ങളെ നേതാവിന്റെ കേന്ദ്രം? ഉള്ളാൾ തങ്ങളുടെ വീട്ടിൽ നിന്ന് ആണ്ട് നടത്തുന്നത് കാന്തപുരം എത്തിയ അബൂബക്കർ മുസ്ലിയാരല്ല. പ്രസിഡന്റിന്റെ വീട്ടിൽ, പ്രസിഡന്റ് താമസിച്ച വീട്ടിൽ നടക്കുന്ന ആണ്ട് നേർച്ചയിൽ പങ്കെടുക്കുന്നത് മാത്രമല്ല, ജാലിയ വാല
കോഴിക്കോട് വന്നു. ഇവര് പറയാറുള്ള ജാലാവാല എന്നാണ്, അത് പേരറിയില്ല അവർക്ക്, ജാലിയവാലയാണ്. ഈ ജാലിയവാല, കാന്തപുരത്തിന്റെ ഉസ്താദ്, ഷേഖ്, എല്ലാമായ ജാലിയവാലയെ കഴിഞ്ഞ ആഴ്ച ഇതേ ഹാഫിൽ കഴിഞ്ഞ മാസം കോഴിക്കോട് ജില്ലയിലെ മർക്കസിൽ നിന്ന് 5 കിലോമീറ്റർ അപ്പുറത്തെ കുരുവട്ടൂരിൽ കൊണ്ടുവന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ പെട്ടിയിലുള്ള കുറെ വസ്തുക്കളെ പ്രദർശിപ്പിച്ചു. ആ പ്രദർശനവും ഒക്കെ നടന്നപ്പോ ഒരു AP വിഭാഗത്തിന്റെ പ്രവർത്തകൻ പോലും, കാന്തപുരത്തിന്റെ പ്രവർത്തകൻ പോലും, കാന്തപുരത്തിന്റെ ഷേഖും മുറബിയും ഉസ്താദുമായ ജാലിയവാല വന്ന സ്ഥലത്തേക്കോ അയാൾ കൊണ്ടുവന്ന വസ്തുക്കളെ കാണാനോ പോയില്ല. നിങ്ങൾക്കതിൽ വിശ്വാസം ഇല്ലേ കൂട്ടരെ? കാണാൻ പോയില്ല ഒരാളും. ഹാഫിളിന്റെ അനുയായികൾ മാത്രം പോയി, നൗഷാദ് ഹസനിയുടെ അനുയായികൾ മാത്രം. അവിടെ ജാലിയവാല വരികയും ജാലിയവാലയെ കാണാൻ പോവുകയും ചെയ്തില്ല. അറബികൾ വന്നാൽ മുജാഹിദിന്റെ യതീംഖാനയിലാണെങ്കിൽ പോലും അവിടെ പോയി കയ്യും പിടിച്ച് കൂട്ടിക്കൊണ്ടുവരുന്ന എന്റെ പ്രിയപ്പെട്ട കാന്തപുരം ഉസ്താദേ, എന്തേ പോയില്ല നിങ്ങൾ? നിങ്ങൾക്ക് തന്നത് തിരുനബിയുടെ ഷാറ് മുബാറക്കാണെങ്കിൽ ആ ഷാറ് മുബാറക്കാണെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ പോകണമായിരുന്നില്ലേ? എന്തുകൊണ്ട് പോയില്ല? എന്ത് സംഭവിച്ചു നിങ്ങൾക്ക്? തലശ്ശേരി ദാറുസ്സലാം യതീംഖാനയിൽ വന്ന മുജാഹിദ് അറബികളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി അവിടേക്ക് പോയി ആ വേദിയിലിരുന്ന കാന്തപുരം ഉസ്താദേ എന്തുകൊണ്ട് പോയില്ല? ജാലിയവാലയെ 5 കിലോമീറ്റർ അപ്പുറത്ത് പോയി കൂട്ടിക്കൊണ്ടുവരാൻ എന്തുകൊണ്ട് പോയില്ല? ചോദ്യമാണിത്. എന്നാൽ ആ പരിപാടിയിലേക്ക് കാന്തപുരം പോയില്ലെങ്കിലും ഉള്ളാൾ തങ്ങളുടെ മകളുടെ പുത്രനും ജീവിതകാലത്ത് മുഴുവനും ഉള്ളാൾ തങ്ങളെ കൊണ്ടു നടക്കുകയും ചെയ്ത പൂക്കോയ തങ്ങളെന്ന കരുവന്തുരുത്തിയിലെ ഉള്ളാൾ തങ്ങളുടെ പൗത്രൻ ജാലിയവാലയെ കാണാൻ ഹാഫിളിന്റെ വീട്ടിൽ പോയതിന്റെ ഫോട്ടോ നമ്മൾ കണ്ടു. അപ്പോൾ ഉള്ളിലെ ഗ്രൂപ്പ് പുറത്തേക്കും പുറത്തുള്ള ഗ്രൂപ്പ് അടിച്ചു പിരിയുകയും ചെയ്യുന്ന അവസ്ഥ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാലം നിങ്ങൾക്ക് തിരിച്ചടി തന്നുകൊണ്ടിരിക്കുക. ഒരു കാലത്ത് നമ്മുടെ പ്രധാന നേതാക്കളെ പരിഹസിച്ചിരുന്നവർ, തലയുള്ളപ്പോൾ വാലാടുന്നു എന്ന് പറഞ്ഞ് പരിഹസിച്ചവർ, സുന്നി യുവജന സംഘത്തിന്റെ ജനറൽ സെക്രട്ടറിയായ ആലിക്കുട്ടി ഉസ്താദ്, സമസ്ത മുഷാവറ മെമ്പർ, അല്ലെങ്കിൽ പണ്ഡിതന്മാർ തന്നെ ആവണം ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും SYS എന്ന് പറഞ്ഞ പാരമ്പര്യത്തെ നിങ്ങൾ എന്തുകൊണ്ട് വിട്ടു? ഇപ്പൊ ആരാ പ്രസിഡന്റ്? പേരോട് നല്ല സാധന, പുതിയ കമ്മിറ്റി ഉണ്ടാക്കിയതാണ്. മജീദ് കക്കാട് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനായ അധ്യാപകനുണ്ട്, അദ്ദേഹം ജനറൽ സെക്രട്ടറി. ആരിരുന്ന കസേര? ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ EK ഹസൻ മുസ്ലിയാരിരുന്ന കസേരയിൽ വാദ്യാരെ പിടിച്ചിരുത്തിയത് എന്തിനാ? പറയണം. അദ്ദേഹമാണെങ്കിലോ, ഞാൻ വ്യക്തിപരമായി അദ്ദേഹത്തെ ഒന്നും പറയുന്നില്ല, പക്ഷേ അദ്ദേഹത്തിന്റെ ആശയ ബാക്ക്ഗ്രൗണ്ട് അറിയാം. കോഴിക്കോട് ജില്ലയിലെ കക്കാട് പോയി അന്വേഷിച്ചാൽ അറിയാം, മുജാഹിദുകളോട് ഏറ്റവും നല്ല നിലയിൽ സമ്പർക്കം പുലർത്തുന്ന ഒരു വ്യക്തിയെ. ഞാനും നസാഫ് മൗലവിയും ബന്ധമുണ്ട്. ഇറച്ചിക്കാര്യത്തിലല്ല ബന്ധം, ആദർശ കാര്യത്തിലാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. അദ്ദേഹത്തിന്റെ ക്ലാസ് റൂമിൽ കയറി അദ്ദേഹം പറയുന്നതിനെതിരെ മറുപടികൾ പറയാറുണ്ടായിരുന്നു, ഞാൻ പറയുന്നതിനെതിരെ അദ്ദേഹം പറയാറുണ്ട്. ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. ഇത് ആദർശപരമായ ആദർശ പോരാട്ടമാണിത്. പക്ഷെ നിങ്ങളുടെ ബന്ധം അതല്ല. മുജാഹിദുകളെ കൂട്ടിയിരുന്ന് മുജാഹിദുകൾക്കെതിരെ പറയണമെന്ന് പറഞ്ഞു പഠിപ്പിച്ചവർ ഇന്ന് പറയാണ് മുജാഹിദിനോട് വേണമെങ്കിൽ സലാം ചെല്ലാം. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പ്രസംഗിക്കുകയാണ്, വേണ്ട സ്ഥലത്തൊക്കെ സലാം ചെല്ലാൻ പറ്റും. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഏത് ആദർശത്തിന്റെ ആളുകളാ? ഞാൻ പറഞ്ഞല്ലോ, പേരോട് പ്രസംഗിച്ചു, മണ്ടത്തരം പ്രസംഗിച്ചു. ആ യോഗത്തിൽ വെച്ച്, മലപ്പുറത്ത് വെച്ച് പ്രഖ്യാപന സമ്മേളനത്തിൽ, KMJ പ്രഖ്യാപന സമ്മേളനത്തിൽ പേരോട് പറഞ്ഞു, ഞങ്ങൾ സുന്നി ഒഴിവാക്കിയിട്ടില്ല, ഞങ്ങളുടെ പക്ഷത്ത് സുന്നിയുണ്ട്, എപ്പോഴും ഞങ്ങൾ സുന്നി പറയുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾ മുസ്ലിം ജമാഅത്ത് എന്ന് പേരിട്ടതിന്റെ ഉദ്ദേശം എന്താ? മുസ്ലിം ജമാഅത്ത് എന്നാൽ അത് സുന്നി വിട്ടിട്ടുള്ളൊന്നല്ല. മുസ്ലിം ജമാഅത്ത് എന്നാൽ അത് സുന്നി തന്നെയാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ അത് സുന്നി എന്നതിന്റെ പര്യായമാണ്. നീട്ടി വലിച്ചു മൂപ്പറിങ്ങനെ വാളു പറയാം. അപ്പൊ കുറെ സാധുക്കൾ അല്ലാഹു അക്ബർ, പണ്ടും സമസ്ത പറഞ്ഞത് അത് തന്നെയല്ലേ, ഇങ്ങനെ പ്രസംഗിച്ചു വരികയാണ്. പക്ഷെ നമുക്കൊരു ചോദ്യമുണ്ട്. ഇത് സമസ്തയുടെ ആധികാരിക വേദിയാണ്. ഇത് നടത്തുന്നത് SKSSF-ഉം SYS-ഉം സമസ്തയുടെ കീഴ്ഘടകങ്ങളും നടത്തുന്ന വേദിയിൽ നിന്ന് ആധികാരികമായി പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ പ്രസ്ഥാനത്തോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ പറഞ്ഞ വാദത്തെ ഞങ്ങൾ മുന്നിൽ വെക്കുന്നു, എന്നിട്ട് പറയുന്നു
ഈ നാട്ടിലെ നസാഫ് മൗലവി അടക്കമുള്ള മുജാഹിദ് മൗലവിമാരും പ്രവർത്തകരുമുള്ള ഒരുപാട് പ്രദേശത്ത് ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ സാക്ഷി നിർത്തിയിട്ട് ഞാൻ പറയുന്നു, സമസ്തയുടെ വാദം നിങ്ങളെന്താ പറഞ്ഞത്? മുസ്ലിം എന്നത് സുന്നി എന്നതിന്റെ പര്യായ പദം എന്നാണ്. യൂട്യൂബിലുണ്ടാ പ്രസംഗം കേട്ടു നോക്കൂ, പേരോട് പറയുന്നത്. എന്നാൽ ഞാൻ ചോദിക്കുന്നു, സമസ്തയുടെ വാദം നസാഫ് മൗലവി അടക്കമുള്ള ആളുകൾ സുന്നികളല്ല എന്നാണ്, മുജാഹിദുകൾ സുന്നികളല്ല എന്നാണ് സമസ്തയുടെ വാദം. ഞാൻ പറയുന്നു, ഇതാണ് സമസ്തയുടെ വാദം. ഇവിടെ ഇരിക്കുന്നവരും ഈ സദസ്സിൽ ഇരിക്കുന്നവരൊക്കെ അംഗീകരിക്കുന്ന വാദം അതാണ്. മുജാഹിദുകൾ സുന്നിയല്ല. അപ്പൊ സുന്നി എന്നതിന്റെ പര്യായം എന്താണ്? മുസ്ലിം. ഞാൻ ചോദിക്കട്ടെ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ നിങ്ങളുടെ സംഘടന ഷംസുൽ ഉലമക്കെതിരെയും മറ്റും പണ്ട് പറഞ്ഞത് മുസ്ലിം എന്ന പേര് മാത്രം ഉപയോഗിച്ചാൽ പോരാ, സുന്നി എന്ന് തന്നെ പ്രയോഗിക്കണം. ഇല്ലെങ്കിൽ സുന്നി ഇല്ലാതെ പറയുന്ന മുസ്ലിം വഹാബിസത്തിലേക്കും ബിദ്അത്തുകാരോടൊപ്പം ചേരുന്ന പേരുകളാണതെന്ന് പറഞ്ഞിരുന്ന പൂർവ്വകാലത്തെ മറക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളെ പര്യായ പദം ചേർത്തി പറയാൻ കഴിയുമോ? മുജാഹിദുകൾ മുസ്ലിങ്ങളല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? എന്റെ ചോദ്യമാണ്. മുജാഹിദുകൾ മുസ്ലിങ്ങളല്ല എന്ന് പറയണം നിങ്ങൾ. മുസ്ലിം എന്നുള്ളതിന്റെ പര്യായമല്ലേ സുന്നി നിങ്ങൾ പറഞ്ഞത്? ഞങ്ങൾ അതുകൊണ്ടാണ് സുന്നി എന്ന് പ്രയോഗിക്കുന്നില്ല. മുസ്ലിം എന്ന് പ്രയോഗിച്ചാലും അതിന്റെ അർത്ഥം സുന്നി എന്ന് തന്നെയാണ്. മുസ്ലിം എന്നത് സുന്നി എന്നതിന്റെ പര്യായ പദമാണ് എന്നൊക്കെ തന്നെയല്ലേ പറഞ്ഞത്. എന്നാൽ ചോദിക്കുന്നു, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ, നമ്മുടെ പ്രിയപ്പെട്ട നസാഫ് മൗലവി, നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ എല്ലാം കൊടുത്ത് 12-13 ലക്ഷം ചെലവഴിച്ച് തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാൻ ആഗ്രഹിച്ചതും എന്നിട്ടും അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് എതിർ സ്ഥാനാർത്ഥി ജയിച്ചതുമായ ആ നസാഫ് മൗലവി അടക്കമുള്ള മുജാഹിദിന്റെ പ്രവർത്തകർ, അല്ലെങ്കിൽ കേരളത്തിലുള്ള മുഴുവൻ മുജാഹിദിന്റെയും പ്രവർത്തകരെ നിങ്ങളുടെ പര്യായ നിഘണ്ടുവിലെ പദമുപയോഗിച്ച് അവർ മുസ്ലിങ്ങളല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നമുക്ക് ആലോചിച്ചു നോക്കാം, പണ്ടത്തെ നിങ്ങളുടെ ആരോപണത്തിൽ ശരിയുണ്ടോ? ഇങ്ങനെ പറയാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നാണ് ചോദിച്ചത്. അതുകൊണ്ട് നമുക്കൊന്ന് ഉറച്ചു പറയാൻ കഴിയും, ഇവരുടെ പിന്നാലെ പോകുന്നവർക്ക് അപകടത്തിലേക്ക് വഴിതെളിയുമെന്നല്ലാതെ സത്യത്തിലേക്ക് ഒരു വഴിയും ഇവരുടെ കൂട്ടത്തിൽ നിന്നുണ്ടാവില്ല. ഇവരുടെ കൂട്ടത്തിൽ കൂടിയവരൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അനുഭവത്തിന്റെ വേദനയുടെ ഒരുപാട് അനുഭവങ്ങൾ ഇന്ന് പലരും പങ്കുവെക്കുകയാണ്. ഇന്നലെ ഒരു സഖാഫി വിളിച്ചു. ഇപ്പൊ കുറെ കാലമായി സഖാഫി സംഗമങ്ങൾ നമ്മൾ നടത്താറില്ല. ഒരു വലിയ സഖാഫി വിളിച്ചിട്ട് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഞാൻ ഏകദേശം ഞങ്ങളുടെ ഏരിയയിലെ ജില്ലയുടെ കാൽഭാഗത്തോളം പ്രദേശം എനിക്ക് ബന്ധമുള്ളതാണ്. ഞാൻ ആ പ്രദേശങ്ങളിലൊക്കെയുള്ള ഒരുപാട് പ്രവർത്തകർക്കിടയിൽ യഥാർത്ഥ ആശയത്തിന്റെ വിത്ത് വാങ്ങിക്കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഞാനൊരു വിളി വിളിക്കും, അന്ന് നമുക്ക് ഒന്നിച്ചു നിന്ന് ഈ വിഭാഗത്തെ തുറന്നു കാണിച്ച് ശക്തമായി ഞാനിതാ പുറത്തേക്ക് വരുമെന്നൊരു സഖാഫി വിളിച്ചു പറയുന്നു. ഇപ്പോൾ അങ്ങനെയാണ് അവസ്ഥ. ഖിയാമത്ത് നാളിനെ കുറിച്ച് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ജൂതന്മാരെ ഓരോ ചെടികളും വിളിച്ചു പറയും, എന്റെ പിന്നിൽ ഇതാ ഒരു ജൂതൻ ഒളിച്ചിരിക്കുന്നു എന്ന് പറയുമെന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. അതുപോലെ ഇന്ന് ഓരോ ആളുകളും വിളിച്ചു പറയാണ്, ഇത് എന്റെ പിന്നിൽ ഒരു ഏൽപ്പിക്കാറുണ്ട്, പിടിച്ചോളി. ഇവന്റെ ആശയത്തെ പിടിച്ചു കെട്ടു എന്ന് പറയുന്ന അവസ്ഥയിലേക്കെത്തി. സാധാരണ നമ്മൾ പറയാറുണ്ട്, ഉത്തരം മുട്ടുക എന്ന് പറയാറുണ്ട്. കാന്തപുരം വിഭാഗം ഒരുപാട് മുഖാമുഖം സംവാദങ്ങൾ നടത്തിയ ആളുകളാണെന്ന് മേനിലടിക്കുന്നവരാണ്. അവർക്ക് ഉത്തരം മുട്ടിയെന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഞാനത് തിരുത്തുന്നു. ഉത്തരം മുട്ടുക എന്നതൊരു സാധാരണ സംഭവമാണെങ്കിൽ ഇവരിപ്പോൾ ഉത്തരമല്ല മുട്ടിയത്, ചോദ്യം തന്നെ ഇവർക്ക് മുട്ടിപ്പോയിരിക്കുന്നു. എവിടെയെങ്കിലും ഒരു മുഖാമുഖം വെച്ചാൽ, എവിടെയെങ്കിലും ഒരു സംവാദത്തിന് വെല്ലുവിളിച്ചാൽ നമ്മുടെ വെല്ലുവിളിക്ക് മുന്നിൽ മറുപടി പറയാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, പേരോടിപ്പോൾ പ്രസംഗിക്കാൻ തുടങ്ങി. സംവാദത്തിന് വെല്ലുവിളിക്കുന്നതല്ല ഇസ്ലാമിക പ്രബോധനം, മിനിറ്റിലെ വെല്ലുവിളിയല്ല, ഇങ്ങനെയല്ല അങ്ങനെയല്ല എന്ന് പേരോട് പ്രസംഗിക്കാൻ. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ ഭൂമികയിൽ ശബ്ദവീജികളെ പരിശോധിക്കാൻ തയ്യാറായാൽ കേരളത്തിലെ അന്തരീക്ഷത്തിൽ കഴിഞ്ഞ കാലത്ത് 30 കൊല്ലത്തിനിടയിൽ ഏറ്റവും കൂടുതൽ സംവാദത്തിനുണ്ടോ, വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞ് അമ്മി കൊത്താനുണ്ടോ എന്ന് ചോദിച്ചു നടന്നതുപോലെ വെല്ലുവിളിച്ചൊരു ശബ്ദത്തെ തിരിച്ചറിയാൻ ഒരു മെഷീനറി കൊണ്ടുവന്ന് ആ ശബ്ദവീജികളെ തിരിച്ചറിഞ്ഞാൽ അത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ശബ്ദമായിരിക്കും. അയാളിപ്പോൾ ഉത്തരം പറയാനും ചോദിക്കാനും അവസരമില്ലാതെ ഉഴറുന്നൊരവസ്ഥയിലേക്ക് എത്തിയപ്പോ ഇപ്പോൾ അയാൾ തന്നെ പ്രസംഗിക്കുകയാണ്, വാദപ്രതിവാദത്തിന് വെല്ലുവിളിക്കലല്ല ഇസ്ലാം. എന്തിനാണോ പരാജിതരായിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് എളിഭ്യരാകുന്നത്? എന്തിനാ? ഇപ്പൊ പത്രസമ്മേളനമൊക്കെ നടക്കുമ്പോൾ ഇവരുടെ മുഖം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പണ്ട് വല്ലാതെ സന്തോഷത്തിൽ പുഞ്ചിരിക്കുന്നവർ ഇപ്പം മുഖത്ത് നോക്കിയാൽ ആകെ വിളറി വെളുത്ത് അവരെ വീട്ടിലാരോ മരിച്ചെന്ന് തോന്നും മുഖം കണ്ടാല്.
ആ രൂപത്തിലെ പത്രക്കാരുടെ മുന്നിലൊക്കെ വന്നിരിക്കുന്നത്. അത്രമേൽ അധപ്പതിച്ചിരിക്കുന്ന ഈ വിഭാഗം. ഇവരുടെ പിന്നാലെ കൂടുന്നവരെ മഹാന്മാർ പണ്ടേ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ ഒരു യാത്ര നടന്നു കർണാടകയിൽ. ഞാൻ അവിടേക്കൊന്നും പോകുന്നില്ല. കർണാടക യാത്രയിൽ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ഞാൻ ഒന്നുകൂടി അത് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. ആ യാത്രയിൽ ഒരു പൊങ്ങുന്ന വണ്ടിയാണ് ഉണ്ടായത്. ഉസ്താദിന് പണ്ടേ ആഗ്രഹം പൊങ്ങലാണ്. പക്ഷെ ഇത് വണ്ടി പൊക്കി മൂപ്പരെ. അവിടെ നിന്ന് കൈകൊണ്ട് ടാറ്റ കാണിക്കുക. അങ്ങനെ ഒരു വണ്ടിയായിരുന്നു. ദിവസവും 60,000 മറ്റോ വാടകയുണ്ടായിരുന്ന വണ്ടി. ഈ വണ്ടിയിലൂടെ അദ്ദേഹം ഇങ്ങനെ പോകുന്നൊരു യാത്രയായിരുന്നു നടന്നിരുന്നത്. കർണാടകയിലെ ജനങ്ങൾ ഈ പൊലിമ കണ്ടിട്ട് കർണാടകക്കാരെ വിളിച്ചു, ഇത് നല്ലൊരു ജാത്ര തന്നെയെന്ന് പറഞ്ഞു. കന്നഡ ഭാഷയിൽ എന്നെ കേൾക്കുന്നവർക്കറിയാം, ജാത്ര എന്ന് പറഞ്ഞാൽ ഉത്സവം എന്നാണ് അർത്ഥം. യാത്രയല്ല, കർണാടക ജാത്ര. പക്ഷേ കർണാടക ജാത്രന്റെ അവസ്ഥ എന്തായിരുന്നു? തൃശ്ശൂരിന്ന് വരെ ആളുകൾ കർണാടകയിൽ ഉണ്ടായിരുന്നു. കർണാടക ജാത്രയിൽ നമ്മൾ പറയാറില്ലേ, മുഖക്കുരു പുറത്തു വന്നു. കർണാടക യാത്ര കേരളത്തിലുള്ളവരെ കൊണ്ടാണ് നടത്തുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് അന്നെത്തി. ആ യാത്രയിൽ ഒരു സംഭവമുണ്ടായി. ആ യാത്രയിൽ ഒരു പണ്ഡിതൻ പ്രസംഗിക്കുകയാണ്. ആ പണ്ഡിതൻ പറയാണ്, അല്ലാ, ഉസ്താദിനെ കാണാൻ ഒരുപാട് ആളുകൾ വന്നു. വയസ്സുള്ളൊരു ഉസ്താദ് പ്രസംഗിക്കാൻ ഒരുപാട് ആളുകൾ വന്നു. അവർക്ക് ഉസ്താദിന്റെ കൈപിടിക്കാൻ കഴിഞ്ഞില്ല. ഉസ്താദിനെ കൈപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഉസ്താദ് വരുന്ന വണ്ടിയെങ്കിലും അതിനെങ്കിലും കാണാൻ കഴിഞ്ഞു. അതിനെ തൊട്ടുമുത്താൻ കഴിഞ്ഞു ജനങ്ങൾക്ക്. ഉസ്താദിനെ സ്നേഹിക്കുന്നവർ ആരോ വാടക കൊടുത്തൊരു അമുസ്ലിമായ ഒരു സഹോദരന്റെ വാടക കൊടുത്ത വണ്ടി തൊട്ടുമുത്തിയത്രേ ബർക്കത്തെടുക്കാൻ. ചെങ്ങായിമാരെങ്ങൾക്ക് പോയിട്ട് ആ മമ്പറം മക്കാമ തൊട്ടുമുത്തിക്കൂടെ? ആ വണ്ടി മുത്താൻ പോകണം. അല്ലെങ്കിൽ മംഗലാപുരത്ത് മൗല മക്കാമില്ലേ, അവിടെ പോയിക്കൂടായിരുന്നു നിങ്ങൾക്ക്? ആ വണ്ടി തൊട്ടുമുത്തിയത്രേ. ഇതൊക്കെ തങ്ങളുടെ കയ്യിൽ ക്ലിപ്പില്ലേ? അത് എല്ലാവരുടെ കയ്യിലുള്ളതാണ്. ഒരു പ്രായമുള്ളൊരു പണ്ഡിതൻ പ്രസംഗിക്കുക. എന്നിട്ട് ആ വണ്ടിയുടെ മഹത്വമാണ് ഏറ്റവും വലുത്. ഞാൻ ഓർത്തുപോവുകയാണ്. ഇമാമിങ്ങൾ ഇവരെക്കുറിച്ച് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഗസാലി ഇമാമ് അദ്ദേഹത്തിന്റെ കിതാബുകളിൽ ഇതൊക്കെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞു, ഗസാലി ഇമാം പറഞ്ഞു, ദുനിയാവിന്റെ ചതിപറ്റിയ പണ്ഡിതന്മാരുടെ കഥ പറഞ്ഞിട്ട് അവരെ ബോധ്യപ്പെടണമെങ്കിൽ ഉദാഹരണം പറഞ്ഞു, അവരെ കണ്ടാൽ നിങ്ങൾക്ക് ആഖിറമല്ല ദുനിയാവാണ് ഓർമ്മ വരുന്നതെങ്കിൽ അവർ ദുനിയാവിന്റെ ചതിപറ്റ പണ്ഡിതന്മാരാണ്, പറ്റിയ പണ്ഡിതന്മാരാണ്. അവരെ വിളിച്ച പേര് വല്ലാതെ മോശം പേരാണ്, ഞാനത് വിളിക്കുന്നില്ല. അങ്ങനെ തന്നെ. എന്നിട്ട് പറഞ്ഞു, മർക്കബ് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. അവരെ വാഹനം കണ്ടാൽ എന്നുകൂടി ഗസാലി ഇമാം എടുത്തു പറഞ്ഞു. പക്ഷെ തിരിച്ചു പറഞ്ഞു. തിരിച്ചെന്താ പറഞ്ഞത്? ഉഖ്റവിയായ പണ്ഡിതന്മാരെ കണ്ടുമുട്ടേണ്ടി വരുമ്പോ അവരെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരെ നിങ്ങൾ കാണുമ്പോ അവർക്ക് അള്ളാഹുവിനെ കുറിച്ചും മരണത്തെക്കുറിച്ചും ഓർമ്മിപ്പിക്കാനും നിങ്ങൾക്ക് ഓർമ്മയും വരും. അങ്ങനെയുള്ള ആളുകളാണ് ഉഖ്റവിയായ പണ്ഡിതന്മാരെന്ന് പറയുന്നത്. ഞാനിതാ നിങ്ങളുടെ മുന്നിൽ സമീകരിക്കാൻ വേണ്ടി വെച്ചു തരുന്നു 2 പക്ഷത്തെ. കർണാടകയിൽ യാത്ര നടത്തിയവരെയും കേരളത്തിൽ നിന്ന് മരണത്തിലേക്ക് യാത്ര നടത്താൻ നമ്മുടെ പ്രിയപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് സമർക്കന്ദിന്റെ നഗരിയിൽ നിന്ന് നമ്മെ ഓർമ്മിപ്പിച്ച മരണം. ഈ 2 നേതൃത്വത്തെ മുന്നിൽ വെച്ചു വരുന്നു. അപ്പോൾ എന്നെ കേൾക്കുന്ന ഇവിടെ ഏതായാലും ഉണ്ടാവില്ല ചെറുതെന്ന് എനിക്കറിയാം. പക്ഷെ ഓൺലൈനിലിരുന്ന് ഞാൻ പറയുന്നതിനൊക്കെ ഓരോ നിമിഷവും ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുന്ന മറുപടിക്കാരുണ്ടാവും. അവർ പറയും, ഞങ്ങൾ ഉസ്താദിനോടുള്ള അസൂയ കൊണ്ടല്ലേ. എന്ത് അസൂയാണ് കൂട്ടരെ? ഞാൻ ചോദിച്ചില്ലേ, നിങ്ങൾ ഉസ്താദിനുള്ള വണ്ടിയൊക്കെ നമുക്കും കയറാൻ പറ്റുന്ന തന്നെയാണ്. ഉസ്താദ് പിന്നെ അസൂയ വരണമെങ്കിൽ ആ ഹെലികോപ്റ്റർ വരണമായിരുന്നു. അതിന്റെ ആവശ്യം ഉണ്ടാവില്ല നമുക്ക് തോന്നുന്നുണ്ട്. ഉസ്താദിനോട് അസൂയ തോന്നുകയാണെന്ന് പറയും. എന്നാൽ ഗസാലി ഇമാം അതും എഴുതി വെച്ചു. നിങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഗസാലി ഇമാം പറഞ്ഞു, ഇത്തരം ദുന്യവിയായ പണ്ഡിതന്മാരെ തുറന്നു കാണിക്കുമ്പോ അവരുടെ അനുയായികൾ പറയുമത്രേ, ഗസാലി ഇമാം സമസ്തന്റെ സെക്രട്ടറി അല്ലട്ടോ. ഗസാലി ഇമാം എഴുതി വെച്ചു. ഇങ്ങനെ ദുന്യാവിന്റെ ചതിപറ്റിയ പണ്ഡിതന്മാരെ തുറന്നു കാണിക്കുമ്പോ അവരുടെ ആളുകൾ അല്ലെങ്കിൽ അവർ പറയും, ഞങ്ങൾ ആളോടുള്ള അസൂയ കൊണ്ട് പറയാണ്. എന്തൊരു കൃത്യം, കൃത്യം. നിങ്ങളെപ്പറ്റി പറയുന്നതൊക്കെ കൃത്യാണ്, നിങ്ങളെ പ്രവർത്തനത്തെയാണ്. അതുകൊണ്ട് എന്റെ സമസ്തയുടെ പ്രവർത്തകരെ, നേരത്തെ സമസ്ത സാഹിബ് പറഞ്ഞതുപോലെ നമ്മെ കാത്തിരിക്കുന്നൊരു നഗരിയുണ്ട് ആലപ്പുഴയിൽ വെച്ച്. അറഫയ്ക്ക് ശേഷം വലിയൊരു മൈതാനി, വലിയൊരു ആൾക്കൂട്ടം കൂടുന്ന ഏറ്റവും വലിയ മജ്‌ലിസാണ്. അവിടെ നമ്മുടെ പണ്ഡിതന്മാരുണ്ടാകും, ഉസ്താദുമാരുണ്ടാവും. ആ വേദിയിലേക്ക് നിങ്ങളെല്ലാം നേരത്തെ തന്നെ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ദുആ വസിയത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.